ബിസിനസ്സിനെ സീരിയസ് ആയി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പൊ തുടക്ക സമയത്ത് യാതൊരു നെറ്റ്വർക്ക് ഫീൽഡും ഇല്ലാത്ത ഞാൻ ഈ മേഖലയിലേക്ക് എത്തി. ഇന്ന് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് ഏത് സമയത്ത് വിളിച്ചാലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എൻ്റെ ലീഡേഴ്സ് ആയിട്ടുള്ള റജീന മാഡം, അയ്യൂബ് സാറ്, ഷാഹിർ സാറ്, ബിജു സാറ്, റമീസ് സാറ്, മറ്റെല്ലാ അതിന് മുകളിലുള്ള ലീഡേഴ്സിന്റെ ഒക്കെ ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തതിന്റെ 2 ലീഡേഴ്സാണ് റജീന മാഡം, അയ്യൂബ് സാറും. അവരെ കൈപിടിച്ച് ഓരോ കാര്യങ്ങളും പിച്ച വെച്ച് പഠിച്ചു കണ്ടാണ് ഞാൻ ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്തിയത്. ഇതൊന്നും ഒരു ലെവലല്ല, ഇതിന്റെ മുകളിലോട്ട് ഒരുപാട് പോകാനിരിക്കുന്നുണ്ട്. എവിടെ എത്തിയിട്ടില്ല. എങ്കിലും ഇന്ന് ഏതൊരാൾ വിളിച്ചു പറഞ്ഞ് ചോദിച്ചാലും ഒരു ഡൗട്ട്, പ്രത്യേകിച്ച് തുടക്കക്കാരായ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ഡൗട്ട്, ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് ഏതെല്ലാം പ്രോഡക്റ്റുകൾ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ ഒരു അസുഖം പറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു അസുഖത്തിന് വേണ്ടി ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഈ ബിസിനസ്സിലോട്ട് കടന്നു വരുന്ന നേരം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും ഈ ബിസിനസ്സിൽ കടന്നു വന്നാൽ അസുഖങ്ങളുള്ള ആളുകളെ തേടി പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. അസുഖങ്ങൾ ഉള്ളവരെ ഡോക്ടേഴ്സ് നോക്കിക്കോളും. അതിന് ഹോസ്പിറ്റലുകളുണ്ട്, അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. നമ്മൾ അതിനു വേണ്ടി കൊടുക്കുന്ന ആൾക്കാരല്ല. പക്ഷേ നമുക്ക് അവർ കഴിക്കുന്ന മെഡിസിന്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സപ്ലിമെന്റും കൂടെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായേക്കാം. അത് അവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങൾക്ക് ഏതെല്ലാം കോമ്പിനേഷൻസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് റിസൾട്ട് ഉണ്ടായേക്കാം എന്നുള്ള ഒരു കണ്ടെത്തൽ തുടക്കക്കാരായ ഏതൊരാൾക്കും ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടാവുന്നത് നല്ലതാണ്, ഏതൊരാൾക്കും. അപ്പൊ അത് തുടക്ക സമയത്തെ ഞാനും ആദ്യം എന്തോ മരുന്നാണ് അല്ലെ, നമ്മളങ്ങനല്ലേ പറയല് പലപ്പോഴും. ഇപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ ആളുകളും പറയുന്നത് ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്, മരുന്ന് ഞാൻ കഴിച്ചു. ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന മരുന്നല്ല, ഫുഡ് കാറ്റഗറിയാ. പ്രോഡക്റ്റ് എന്ന പദപ്രയോഗം അവിടെ യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പൊ ഈ പ്രോഡക്റ്റുകൾ എങ്ങനെ മരുന്ന് പോലെ നമുക്ക് ഫലം ചെയ്യുന്നു, അതിന്റെ കോമ്പിനേഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതിന് റിസൾട്ട് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കോമ്പിനേഷൻസ് പഠിച്ചു വെച്ചാൽ നമുക്ക് അത് മരുന്നിന് എഫക്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആ കോമ്പിനേഷൻസിനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷൻസ്, അത് ഞാൻ ചില അസുഖങ്ങളെ പറഞ്ഞുകൊണ്ട് ആ അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കോമ്പിനേഷൻസ് അത് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവസാനം ഇത്തിരി സമയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കഴിയും പോലെ ഞാനത് ക്ലിയർ ചെയ്യാനുമാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു ചാറ്റ് ബോക്സിൽ വേണം, നിങ്ങൾക്ക് അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതി വിട്ടാൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പൊ ഏതായാലും ഈ ബിസിനസ്സിക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഓക്കെ താങ്ക് യു. അപ്പൊ ഈ ബിസിനസ്സിക്ക് വരുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു ചിന്തയിൽ നിന്നാണ് ഞാനത് അന്നത്തെ ഡയറി, സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഗസ്റ്റ് ഇല്ല എന്നറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ചിന്തിച്ചു പിന്നെ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഞാൻ എന്താ നിങ്ങൾക്ക് തരേണ്ടത്. വളരെ പെട്ടെന്ന് കിട്ടിയ ഒരു അറിവല്ലേ. ഞാൻ ആ മെസ്സേജ് കാണുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പൊ എനിക്ക് ആദ്യമേ ഉള്ള ഒരു ശീലാണ്, തുടക്കം മുതൽ അത് ഇപ്പോഴും ഉള്ളൊരു ശീലാണ്, ഡയറി എഴുതി വെക്കുക എന്നുള്ളത്. ഓരോ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതൊക്കെ എനിക്ക് മനസ്സിലാവും, എപ്പോൾ ചോദിച്ചാലും എനിക്ക് ഓർമ്മ ഉണ്ടാവും. വെറുതെയാണ്. നമ്മൾ ഇന്നലത്തെ ഡ്രസ്സ് ചോദിച്ചാൽ നമുക്ക് ഓർമ്മയില്ല, മെനയാന്നിട്ടതിന്റെ കളർ ചോദിച്ചാൽ ചിലപ്പോൾ ഇന്നലത്തെ ഓർമ്മ ഉണ്ടാവും. മെനയാന്നിട്ടത് ചോദിച്ചാൽ ഒന്നും കൂടെ നമ്മളൊന്ന് ഓർത്ത് വെക്കും. അതിന്റെ തലേന്നിട്ട ഡ്രസ്സിന്റെ കളർ ചോദിച്ചാൽ നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ആ രീതിയിലാണ് നമ്മുടെ ഓർമ്മശക്തി. അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ ഉപകാരം, നമുക്കതിനെ പിന്നീടും റിമൈൻഡ് ചെയ്ത് ഓർക്കാൻ പറ്റും. എഴുതുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അത് പതിയുകയും ചെയ്യും. അപ്പൊ അത് ഒരു ഡയറിയും പേരും എഴുതി വെച്ചോളാം. പിന്നെ ഞാൻ ഈ പറയുന്ന കോമ്പിനേഷൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും വന്നേക്കാം. കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ അസുഖങ്ങൾക്കും നമ്മൾ കൃത്യമായി അതിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രം നമുക്ക് അതിന്റെ ഒപ്പം കൊടുക്കാൻ പറ്റുന്നത്. ഏതായാലും ഞാൻ തുടക്കത്തിൽ ഇത് നോട്ട് ചെയ്ത് വെക്കാൻ തുടങ്ങിയത് പലപ്പോഴും സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയ്യൂബ് സാറിന് മെസ്സേജ് ഇടും. അയ്യൂബ് സാറിന് മെസ്സേജ് ഇടാറുണ്ടായിരുന്നു. അപ്പൊ അയ്യൂബ് സാറിന് മെസ്സേജ് ഞാൻ എപ്പോഴാണ് ഇടാറെന്ന് വെച്ചാല് ചില സംശയം ചോദിക്കാനാണ്. അപ്പൊ ഞാൻ അങ്ങനെ മെസ്സേജ് ഇടാനുള്ള ഒരു കാരണം എനിക്കത് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാമെന്നാണ്. അത് കേട്ടാൽ ഉപരി വാട്സപ്പ് എഴുതി വെക്കും. പിന്നീട് ആ ഒരു പ്രശ്നം എനിക്ക് എവിടെയെങ്കിലും വരുന്ന സമയത്ത് ഞാൻ ആ ഡയറി തുറന്നു നോക്കിയിട്ട്
അയ്യൂബ് സാറിനെ വിളിക്കാതെ തന്നെ ഞാൻ ആ പ്രോഡക്റ്റുകൾ കൊടുത്തു. എനിക്ക് നല്ല റിസൾട്ടുകളും കിട്ടിപ്പോ. ഇപ്പൊ അതിനേക്കാൾ ഉപരി നമുക്ക് കുറെ പ്രൊഡക്റ്റുകളും പുതിയതും കൂടെ വന്നതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ പുതിയ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഏതായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഏതൊരു വീട്ടിൽ പോയി കഴിഞ്ഞാലും ഒരുപക്ഷെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും മുട്ടുവേദന, അല്ലെങ്കിൽ കൈകാല് മുട്ടുവേദനയോ പല തരം വേദനകൾ. അതിൽ നമ്മൾ ഈ വേദനകൾക്ക് പല രീതിയിൽ നമ്മൾ പ്രോഡക്റ്റുകൾ കൊടുക്കാറുണ്ട്. ഒരാൾക്ക് കൊടുത്ത ഒരുപക്ഷെ ഉസ്താദൊക്കെ റെക്കോർഡ് ചെയ്ത് വിട്ട് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ നമുക്ക് ഗ്രൂപ്പിൽ അവൈലബിൾ ആവും. അപ്പൊ നമ്മൾ അത് സ്റ്റാറ്റസ് വെക്കും. സ്റ്റാറ്റസ് വെച്ചു നമ്മൾ അവർക്ക് കൊടുത്തു നല്ല റിസൾട്ട് കിട്ടുന്ന കേസും ഉണ്ട്. എന്നാൽ അവർ കഴിച്ച ശേഷം റിസൾട്ട് കിട്ടാത്ത കേസും ചിലപ്പോൾ വരാറുണ്ട്. കാരണം ഇവരെ കോമ്പിനേഷൻസിൽ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ കോമൺ ആയിട്ട് നമ്മളൊരു മുട്ടുവേദന പറയുന്ന വ്യക്തിയെ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്, മുട്ടുവേദനയ്ക്ക് എൻ്റെ കയ്യിൽ ഉൽപ്പന്നങ്ങളുണ്ട്, ആ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെ പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നതെന്ന് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. കാരണം നമ്മളിപ്പോ ഒരു മുട്ടുവേദന പ്രശ്നം വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ മുട്ടുവേദന എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക്. കാരണം ജോയിന്റിനുള്ളിൽ മജ്ജ എന്ന് പറഞ്ഞ ഒരു ദ്രാവകം എല്ലാ ആളുകളുടെ ശരീരത്തിലും ഉണ്ട്. ആ മജ്ജ പറ്റിപ്പോകുന്ന അവസ്ഥയിൽ ആ മജ്ജ ഇല്ലാത്ത ജോയിന്റിനുള്ളിലേക്ക് നീർക്കെട്ട് വരികയും അത് വേദനയായിട്ട് മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ നീർക്കെട്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നോ വേദന ക്യാപ്സ്യൂൾ എന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ നോട്ടിൽ മുട്ടുവേദന എന്ന് എഴുതി വെച്ചിട്ട് നോ വേദന എന്ന് എഴുതുക. അതിന്റെ കൂടെ പ്ലസ് നോവേദന ക്യാപ്സ്യൂള്, സ്പൈറുലിന ഗോൾഡ്, ഡെയിലി ഡിറ്റോക്സ്, ചാമ്പി തൈലം, നാറ്റ്സ്യം. നോവേദന ക്യാപ്സ്യൂള്, സ്പൈറുലിന, ഡെയിലി ഡിറ്റോക്സ്, ചാമ്പി തൈലം, നാറ്റ്സ്യം എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഉൽപ്പന്നങ്ങളാണ് നമ്മളൊരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഇത്രയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തു പോരുന്നതിലുപരി ആ കൊടുക്കുന്ന സമയത്ത് ഓരോ പ്രോഡക്റ്റും നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാം. ഈ നീർക്കെട്ട് പുറന്തള്ളുകയാണ് നമ്മുടെ നോവേദന ക്യാപ്സ്യൂൾ ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പം വേദന മാറാൻ ഗുളിക കഴിച്ച വ്യക്തി ഒരാഴ്ച കഴിയുമ്പോൾ വേദന കൂടി എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കും. അപ്പൊ നിങ്ങൾ തന്നെ അവിടെ പരിഭ്രമിക്കേണ്ട. ആ വേദന പോകണം എന്നുണ്ടെങ്കിൽ മുട്ടിനുള്ളിലുള്ള ആ നീര് പുറന്തള്ളണം. ആ നീരിനെ പുറന്തള്ളുക എന്നുള്ളതാണ് ആദ്യം നമ്മളെ പ്രോഡക്റ്റ് ഉള്ളിലെത്തി എഫക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം. അപ്പൊ നോവേദന ക്യാപ്സ്യൂൾ അതിനു വേണ്ടിയുള്ളതാണ് അവരാദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ വേദന കൂടുമ്പോൾ അവർക്കും പ്രയാസം ഉണ്ടാവില്ല. അത് ശരീരത്തിൽ എഫക്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് അവരെ മനസ്സിലാക്കിക്കുക. പിന്നെ അതിന്റെ കൂടെ നമ്മൾ കൊടുത്ത സ്പൈറുലിന് അവിടെ ഇല്ലാതായി പോയ മജ്ജ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഫുഡിൽ നിന്ന് കിട്ടും പോലെ നമുക്ക് ആ മജ്ജ ഉണ്ടായി വരാൻ വേണ്ടിയാണ് ഈ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുക. പിന്നെ ഡെയിലി ഡിറ്റോക്സ്. നമ്മുടെ ശരീരത്തിൽ ഈ മജ്ജ പറ്റിപ്പോകാനുള്ള കാരണം ഒരുപാട് കൊഴുപ്പുകൾ അടിഞ്ഞുകൂടിയിട്ടാണ്. അപ്പൊ ഈ കൊഴുപ്പിനെ പുറന്തള്ളാൻ വേണ്ടിയാണ് ഈ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിലെ മറ്റുള്ള ഓർഗൻസിലുള്ള കൊഴുപ്പിനെ കൂടെ പുറന്തള്ളാൻ ഇത് സഹായിക്കും എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ ആ ചാമ്പി തൈലം കൊടുക്കുന്നത് മസാജിങ് ഓയിലാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അത് നമ്മളെ സഹായിക്കും. നീർക്കെട്ട് ഫാസ്റ്റ് ആയിട്ട് പോകാനും കൂടെ അത് സഹായിക്കും എന്ന് പറയാം. പിന്നെ നാട്സ്യം. നാട്സ്യത്തെ പറ്റി പല രീതിയിൽ പറയാം. കാരണം നാട്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ കാൽസ്യം. 30 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരാളുടെ ശരീരത്തിലും കാൽസ്യം സപ്ലിമെന്റ് കുറയും. സ്വാഭാവികമായിട്ടും എല്ലുകളിൽ ബലം കുറയും, എല്ലുകളിൽ വേദന തുടങ്ങും. അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കാൽസ്യം സപ്ലിമെന്റ് ആണ് ഇത് സഹായിക്കുന്നത്. വേദനകളെയും അതേപോലെ എല്ലിന്റെ ബലം കൂട്ടാനും പല്ലിന് ബലം കൂട്ടാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കും. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളെ സംബന്ധിച്ചറിയാം, ഇതെന്റെ മുട്ടുവേദന മാറിയിട്ടില്ലെങ്കിലും എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ള ഒരു ബോധം ആ കഴിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാക്കാൻ പോലും അത് സഹായിക്കും. ഇനി കഴിക്കുമ്പോൾ അവർ തന്നെ അത് മനസ്സിലാക്കി ഉപയോഗിച്ചോളും. അപ്പൊ ഇത്രയും കോമ്പിനേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കുക. ഒരു മാസത്തെ കോമ്പിനേഷൻ കൊടുത്താലും അവരോട് പറയേണ്ട കാര്യം, ഈ മജ്ജ ഉണ്ടായി വരിക എന്നുള്ളത് ഇന്നും നാളെയും കൊണ്ട് നടക്കുന്ന ഒരു കേസല്ല. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കെടുക്കും നിങ്ങൾക്ക് സ്ഥിരമായ ഒരു മാറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. ചിലർക്ക് ഒരു 3 മാസം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് പോകുന്ന കേസും ഉണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. നമുക്ക് തന്നെ അറിയാം, വർഷങ്ങളോളം ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചിട്ടും മുട്ടുവേദനയ്ക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ ആ മെഡിസിൻ കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷന് എല്ലാം 2 നേരമാണോ? യെസ്, ക്യാപ്സ്യൂളുകളെല്ലാം 2 നേരമാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം.
ഇനി നല്ല മുട്ടുവേദന ഉള്ള ആൾക്ക് അതിന്റെ കൂടെ നമുക്ക് നോ വേദന ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചാമ്പി തൈലം ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് നോവേദനയുടെ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കാൻ പറ്റിയ ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തായിട്ടുള്ള ഒരു പ്രശ്നം, ഇന്ന് ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ വിണ്ടുകീറൽ എന്നൊക്കെ പറയും. ചെറിയ കുട്ടികളിൽ മുതൽ മുതിർന്ന ആളുകളിൽ വരെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വിണ്ടുകീറൽ. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിലുള്ള ഒരു പ്രശ്നമാണത് വിണ്ടുകീറൽ. വിണ്ടുകീറൽ തന്നെ പല ടൈപ്പിൽ വരാറുണ്ട്. അലർജിയൊക്കെ പോലെ ചൊറിച്ചിലും കാലിനൊക്കെ വിരളൊക്കെ വികൃതമാകുന്ന രീതിയിൽ ഞാൻ ഒരുപാട് കുട്ടികളിൽ ഇത് കണ്ടിട്ടുണ്ട്, ചെറിയ പ്രായത്തിൽ. അത് എന്തുകൊണ്ട് വരുന്നു എന്നതിന്റെ ഉത്തരം എനിക്ക് ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ ചെറിയ മകന് കാലിന്റെ 4 വിരലിനും ഭയങ്കര പ്രയാസമായിരുന്നു. നഖം പോലും വ്യത്യസ്തമാകുന്ന രീതിയിൽ പ്രശ്നം അനുഭവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് അവന് അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പുറത്തിറങ്ങുന്ന സമയത്ത് ഷൂ മാത്രം ഇടാൻ വരെ കൂട്ടാക്കും. കാരണം മറ്റേതെങ്കിലും ചെരുപ്പിട്ട ആളുകൾ കാലിന് എന്താന്ന് ചോദിക്കൂലേ. കാലിന് ഭയങ്കര ചൊറിച്ചില്, രാത്രി ആയി കഴിഞ്ഞാൽ ചൊറിച്ചില്, നീര് വരിക. മണ്ണിന്റെ ഒരു തരം അലർജി എന്നാണ് അതിനെ പറയുന്നത്. ഞാൻ പല സ്ഥലത്ത് അന്ന് ഡോക്ടേഴ്സിനെ കാണിച്ച് അതിന്റെ കാരണം കിട്ടാൻ വേണ്ടി, അന്ന് ഇത്രത്തോളം ഞാൻ ഹ്യൂമൻ ബോഡിനെ കുറിച്ച് തന്നെ പഠിക്കാത്തൊരു സമയത്ത് ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ച സമയത്ത് എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഡോക്ടറെ അടുത്തുനിന്ന് കിട്ടിയ ഉത്തരം വൈറ്റമിൻസിന്റെ അഭാവം മൂലമാണ് കുട്ടികളിൽ ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ കുട്ടികൾ ചെറുതായ മുതൽ നമ്മൾ കുട്ടികൾ നടക്കുന്ന പ്രായമാകുമ്പോൾ നമ്മൾ അവരെ മണ്ണുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാതെ, കുട്ടികൾ നിലത്ത് ഇന്റർലോക്കിലോ അല്ലെങ്കിൽ ടൈലിലോ നടക്കുന്ന സിറ്റുവേഷൻ, മണ്ണുമായിട്ട് കാലിനൊരു ബന്ധവും ഇല്ലാതെ വരുമ്പം വരുന്ന ഒരു പ്രശ്നമാണ്. നടക്കുന്ന പ്രായമാകുമ്പോഴേക്കും നമ്മൾ ചെരുപ്പിടിക്കും. പിന്നെ അവർ ഈ ചെരുപ്പിലാണ് എപ്പോഴും അവരെ കാല് ടച്ച് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം വരുന്നുണ്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിലും വൈറ്റമിൻസ്, ന്യൂട്രിഷൻസ് കുട്ടികളുടെ ശരീരത്തിനാണ് കുട്ടികൾ ഫ്രൂട്ട്സ്, അതേപോലെ ഇലക്കറികൾ, ഉപ്പേരി ഇതൊന്നും കഴിക്കാത്ത ഒരു കൂട്ടത്തിലാണ്. അപ്പൊ അവർക്ക് വായക്ക് ടേസ്റ്റ് ഉള്ളത് മാത്രമേ കഴിക്കൂ. അപ്പൊ കുട്ടികളിൽ ഇത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ഡോക്ടറെ അടുത്തൊന്ന് കിട്ടിയ എനിക്ക് ഉത്തരം, കുറച്ച് കഴിഞ്ഞ് അവൻ വലുതാവുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. അതിന്റെ അർത്ഥം വലുതാവുന്ന സമയത്ത് കുട്ടികൾ ഒരുപാട് ഫുഡ് കഴിച്ച് അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് റെഡി ആയിക്കോളും. പക്ഷെ അതൊന്നും അതിനൊരു സൊല്യൂഷൻ അല്ല. പിന്നെ എനിക്ക് അതിന് ഉത്തരം കിട്ടിയത് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്ത ശേഷമാണ്. അത് ഈ ആയുഹീൽ എന്ന് പറഞ്ഞ ഉൽപ്പന്നം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് കുട്ടിയുടെ കാല് നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിലോ മറ്റോ കേകിയ ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ ന്യൂട്രി ലൈഫോ അല്ലെങ്കിൽ സ്പൈറുലീനയോ കൊടുക്കുക, കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ അതിന് ചൊറിച്ചിലും കൂടെ വരുന്ന അവസ്ഥ ആണെങ്കിൽ കവചപ്രാശവും സ്പൈറുലീനയാണ് ഒന്നും കൂടി ബെസ്റ്റ് ആയി വരുന്നത്. സ്പൈറുലീനൊക്കെ നമുക്കറിയാം ഒരുപാട് ഫുഡിൽ നിന്ന് കിട്ടേണ്ട വൈറ്റമിൻസ് കിട്ടും. അപ്പൊ അത് ഉള്ളിൽ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് കുറയും. പിന്നെ അതിൽ ചില ആളുകളിൽ ചോരയൊക്കെ പൊടിയുന്ന അവസ്ഥയിൽ കൂടെ ഉണ്ടെങ്കിൽ ഒരു നേരം വോണ്ട് ഹീൽ പരട്ടാനും ഒരു നേരം ആയുഹീൽ അപ്ലൈ ചെയ്യാനും പറയാം. ഈ 2 തരം കേസുകൾ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആയുഹീൽ കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് മാറ്റം ഉണ്ടാവും. ചില ആളുകൾ ചോദിക്കും, പൈസയുടെ ലാഭമൊക്കെ നോക്കിയിട്ട് അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പുറമെ അപ്ലൈ ചെയ്യാനുള്ളത് പരട്ടിയാൽ പോരെ, എന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ പോരെ. അങ്ങനെ നല്ല പ്രയാസം പറയുന്നവരോട് അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുക, ഇത് ഉള്ളിലുള്ള പ്രശ്നമാണ്. എന്നോട് ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇഞ്ചൻ പണിയായ വണ്ടിക്ക് പുറമെ പൊട്ടിയടിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം ഉള്ളിലുള്ള പ്രശ്നത്തിനാണ് ഈ സ്കിൻ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഉള്ളിൽ തന്നെ അത് ക്ലിയർ ചെയ്തെടുക്കേണ്ടത്. അന്നാണ് എനിക്ക് ബോധം വെച്ച് സത്യം പറഞ്ഞത്. അപ്പൊ ഉള്ളിലുള്ള ഈ ഒരു പ്രശ്നത്തിനെ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ സ്പൈറുലീനയോ അല്ലെങ്കിൽ ന്യൂട്രി ലൈഫോ കൊടുക്കുന്നത്. ഈ 2 സപ്ലിമെന്റിലും ആവശ്യത്തിനുള്ള പോഷകങ്ങളും മിനറൽസ്, വൈറ്റമിൻ എ ടു സെറ്റ് അതിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പൊ അത് സ്കിന്നിന് കിട്ടുമ്പോഴേക്കും ഈ കുട്ടിയാണെങ്കിലോ മുതിർന്ന ആളാണെങ്കിലോ സ്കിന്നിന്റെ ആ ഒരു പ്രശ്നം അവിടെ ക്ലിയർ ആയി പോകും. അപ്പൊ അതിന്റെ ഒപ്പം കാലിലുണ്ടാകുന്ന ആ റഫായ അവസ്ഥനെ ക്ലിയർ ചെയ്യാൻ നമ്മുടെ ആയുഹിൽ ഏറ്റവും ബെസ്റ്റാണ്. അത് മുമ്പ് ഞാൻ അയ്യൂബ് സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബോണ്ടി ഹീൽ മാത്രമായിരുന്നു എല്ലാത്തിനും കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ആയുഹീൽ വന്ന ശേഷം ഞാൻ തന്നെ പലപ്പോഴും ആയുഹീലിന് റിസൾട്ട് പറഞ്ഞപ്പോഴാണ് അയ്യൂബ് സാറിന് ഇത്രയും ക്വാളിറ്റി ഉള്ളതാണോ ഇത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം അത് പിന്നീട് വന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷെ അന്ന് മുതൽ ഒരുപാട് ആളുകളിൽ നല്ല രീതിയിൽ മാറ്റം കാലിനുള്ള ഈ വെണ്ടുകീറലിന്റെ പ്രശ്നത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, ഈ വൈറ്റമിൻസ് ശരീരത്തിൽ എത്തുന്ന നേരം ആ സ്കിൻ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് ക്ലിയർ ആയി വരും. അതേപോലെ മറ്റൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ അലട്ടുന്ന, പലപ്പോഴും ഈ ബിസിനസ്സിലേക്ക് പല ആളുകളും ഒരുപക്ഷെ കടന്നു വന്നിട്ടുള്ളത് നമ്മളെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തതിന്റെ പേരിലോ അല്ലെ ഈ പ്രോഡക്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ മനസ്സ് കാണിച്ചതിന്റെ പേരിലോ ആയിരിക്കും.
ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഹെയർ ഓയിൽസ് നിത്യമുണ്ട്. പക്ഷെ പല ഹെയർ ഓയിൽസിനെ പല ആളുകളും മാറ്റി വെച്ച് നമ്മുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഒരു പക്ഷെ അത് സപ്ലൈ ചെയ്യുന്ന ആൾക്കുള്ള അറിവ് കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം മുടി കൊഴിച്ചിലിന് ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ഒരാള് നിങ്ങളോട് മുടി കൊഴിച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഭൃംഗരാജ് ഹെയർ ഓയിൽ ആയിരിക്കും, അല്ലെ? മുടി കൊഴിച്ചിലിന് നമ്മൾ കൊടുക്കുന്ന കോമ്പിനേഷൻസ് വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ ഹെയർ ഓയിൽ നിർബന്ധമായിട്ടും നമുക്ക് കൊടുക്കാം, കാരണം നമ്മുടെ ഹെയർ ഫോൾസിനെ നല്ല രീതിയിൽ അത് തടുക്കുന്നുണ്ട്, മുടിക്ക് നല്ല ബലം കൊടുക്കുന്നുണ്ട്. കറ്റാർവായും കയ്യൂന്നിയും ഒക്കെ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്ന ട്രീ ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ബെസ്റ്റ് കണ്ടന്റ് തന്നെയാണ് നമ്മുടെ ഭൃംഗരാജ് ഹെയർ ഓയിൽ. അതിനേക്കാൾ ഉപരി ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഭൃംഗരാജ് കൊടുത്താലും റിസൾട്ട് കിട്ടാത്ത കേസുകളും കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഈ മുടി കൊഴിച്ചിലുള്ള വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കാം. അസിഡിറ്റി ശരീരത്തിൽ ഉണ്ടെങ്കിൽ, അതേപോലെ രക്തക്കുറവുണ്ടെങ്കിൽ, കാൽസ്യം സപ്ലിമെന്റ് കുറവുണ്ടെങ്കിൽ, ഇനി വൈറൽ എന്തെങ്കിലും ഇഷ്യൂസ് വെച്ചാല് അൾസർ, മുഴയുടെ പ്രശ്നം, യൂട്രസിൽ മുഴ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തൈറോയിഡ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കൂടെ ഉള്ള വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുടി നന്നായിട്ട് കൊഴിയും. നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്തൊരു സംഭവം എവിടെ വന്നു കഴിഞ്ഞാലും ശരീരം അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അസ്ഥിയുരുക്കം, ഈ പ്രശ്നം ഉണ്ടെങ്കിലും മുടി കൊഴിയും, നന്നായിട്ട് കൊഴിയും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ കൃത്യമായിട്ടൊന്ന് പഠിക്കുക, നമുക്ക് എന്താണ് വിഷയം ഉള്ളത് എന്ന് നോക്കുക. അപ്പൊ ശരീരം അത് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ രാത്രി ഉറക്കക്കുറവുള്ള ആളാണെങ്കിൽ, പ്രത്യേകിച്ച് ടെൻഷൻ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ എന്ത് ഉണ്ടാവും, മുടി കൊഴിയും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ എന്താണ് എന്നും കൂടെ ഒന്ന് പഠിച്ചിട്ട് ഹെയർ ഓയിലും അതിന്റെ കൂടെ ഏത് സപ്ലിമെന്റ് കൊടുക്കണം കൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ ബെസ്റ്റ് റിസൾട്ട് എന്ന് തന്നെ പറയാം. ഒരു പക്ഷെ രക്തക്കുറവുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഹെയർ ഓയിലിന്റെ കൂടെ നമ്മുടെ ഫീലിംഗ് അയൺ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ രോഗിയാണ്, അവർക്ക് രക്തം കുറവുണ്ട്, പിന്നെ മുടി കൊഴിച്ചിലുണ്ട്, അങ്ങനെയാണെങ്കിൽ ക്യാപ്സ്യൂൾ കൊടുക്കുക, അതിൻ്റെ ഒപ്പം ഹെയർ ഓയിൽ കൊടുക്കുക, ഫീലിംഗ് ക്യാപ്സ്യൂൾ കൊടുക്കുക. ഇനി അവർക്ക് ടെൻഷൻ ഉണ്ട്, നന്നായിട്ട് ടെൻഷനുള്ള ആളാണ്, എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ, ടെൻഷൻസ് ഉള്ള ആളാണെങ്കിൽ അവർക്ക് നമ്മുടെ സ്പൈട്രസ് അതിന്റെ കൂടെ ഹെയർ ഓയിൽ കൊടുക്കുക. അസിഡിറ്റി നന്നായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാം, ഹെയർ ഓയിലിന്റെ കൂടെ ലിവാഗെയിൻ കൊടുക്കുക, പ്രോബയോട്ടിക്. ഇനി വൈറ്റ് ഡിസ്ചാർജിന്റെ പ്രശ്നമുള്ള ആണെങ്കിൽ ന്യൂട്രി ലൈഫും വുമൺ കമ്പാനിയനും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഭൃംഗരാജിന്റെ കൂടെയാണ് ഞാൻ ഈ പറഞ്ഞൊക്കെ. ഇനി തൈറോയിഡ് ഉള്ള വ്യക്തികൾ, അവരെ നമ്മളൊന്ന് പ്രത്യേകം പരിഗണിക്കണം. കാരണം തൈറോയിഡ് ഉള്ള വ്യക്തി തന്നെ മാനസികാവസ്ഥയിൽ തന്നെ അവർ വ്യത്യാസം ഉണ്ടാവും. അതിനേക്കാൾ ഉപരി അവരലട്ടുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോബ്ലംസും അവരൊപ്പം ഉണ്ടാവും. തൈറോയിഡിനെ പറ്റി പലപ്പോഴും നമ്മുടെ ഹരികൃഷ്ണൻ സാറിന്റെ ക്ലാസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. അതൊരു ഫുൾ ഡേ സെഷൻ തന്നെ എടുത്താലും തീരൂല, അത്രത്തോളം പറയാനുള്ള ഒരു കേസുമാണ്. ഈ തൈറോയിഡ് സംബന്ധമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ എന്താ പറയാ, അസുഖങ്ങളെ വെൽക്കം ചെയ്യുന്ന ആളുകൾ എന്നാണ് അവരെ പറയുന്നത്. കാരണം അവരുടെ ശരീരത്തിലേക്കുള്ള ഗേറ്റ് തുറന്നിട്ട പോലെ ഏത് അസുഖവും എപ്പോഴും ചാടി കയറി വരും. രക്തക്കുറവ് വരും, പുറമെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നോർമലായി ഒരു വ്യക്തിക്കുള്ളത് അതെല്ലാം ഒരു തൈറോയിഡ് രോഗിയിൽ കാണും എന്നുള്ളതാണ്. ഗേറ്റ് തുറന്നിട്ട ഒരവസ്ഥ. ഇമ്മ്യൂണിറ്റി പവർ പൊതുവെ കുറവായിരിക്കും, ശരീരം ക്ഷീണിക്കും, മുടി നന്നായിട്ട് കൊഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും തൈറോയിഡ് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു ഹെയർ ഓയിൽ കൊണ്ട് ഒരു റിസൾട്ടും അവിടെ പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് നമ്മൾ തൈറോയിഡിന്റെ സപ്ലിമെന്റ് ആയിട്ടുള്ള നമ്മുടെ തൈ ഹെൽത്ത് 9E5 കൂടെ ഹെയർ ഓയിൽ അവർ യൂസ് ചെയ്യട്ടെ, ഇത് മൂന്നും കൊടുക്കുക. ഈ തൈറോയിഡ് ബാലൻസ് ചെയ്യാൻ ചിലപ്പോൾ അവർ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ക്ലിയർ ആവുമെന്നിരിക്കും. ഒരിക്കലുമില്ല. തൈറോയിഡ് എന്ന് പറഞ്ഞ സംഭവം ഒരു ഗ്രന്ഥി റീകണ്ടീഷൻ ചെയ്തെടുക്കേണ്ട കേസാണ്. തൈറോയിഡ് ഗ്രന്ഥി പ്രോബ്ലം വരുന്ന സമയത്ത് വരുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡ്. അപ്പൊ ആ ഗ്രന്ഥിയെ റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തൈ ഹെൽത്തും 9E5. ഈ 9E5 ബോഡി മെറ്റബോളിസം, ഒരു വ്യക്തി തൈറോയിഡ് ഇന്നായി കഴിഞ്ഞാൽ നാളെ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. വർഷങ്ങൾ എടുത്തിട്ടോ അല്ലെങ്കിൽ മാസങ്ങൾ എടുത്തിട്ടോ ആണ് ഒരു വ്യക്തി തൈറോയിഡ് രോഗിയാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും ഒരുപാട് ഓർഗൻസിനെ പല രീതിയിലും അത് ബാധിച്ചിട്ടുണ്ടാവും.
എക്സ്പെഷ്യലി ഗ്യാസിന്റെ പ്രോബ്ലം നന്നായിട്ടുണ്ടാവും. വേറെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. അപ്പോൾ ഈ താറുമാറായ പ്രോബ്ലംസിനെ മുഴുവൻ സോൾവ് ചെയ്യാനാണ് ആദ്യം നമ്മുടെ 95 ഉപയോഗപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ ബോഡി മെറ്റബോളിസം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് 95 അവിടെ ചെയ്യുന്ന ധർമ്മം. അതിന്റെ കൂടെയാണ് നമ്മൾ തൈ ഹെൽത്ത് കൊടുക്കുന്നത്, അതിന്റെ കൂടെ ഹെയർ ഓയിൽ. ഇങ്ങനെ വേണം കൊടുക്കാൻ. ഇനി ഗ്യാസിന്റെ പ്രശ്നം നന്നായിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ കൂടെ ലിവാഗെയിനും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇനി അടുത്തായിട്ടുള്ള ഒരു പ്രശ്നം സ്റ്റോൺ അല്ലേ. പലതരത്തിലുള്ള സ്റ്റോണുകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ അതിനെപ്പോഴും കൊടുക്കുന്ന നമ്മുടെ ഏറ്റവും റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ യൂറിഫ്ലഷ് ക്യാപ്സ്യൂള്, യൂറിഫ്ലഷ് ലിക്വിഡ്. ചിലർ ചോദിക്കും ഇത് ഒന്ന് മാത്രം കഴിച്ചാൽ പോലെ രണ്ടും കൂടെ കഴിക്കേണ്ടതുണ്ടോ? കാരണം സ്റ്റോണിന്റെ പ്രശ്നം നമുക്ക് തന്നെ അറിയാം, ഉള്ളിലുള്ള ഒരു അവസ്ഥ. പലപ്പോഴും പല ആളുകളും സ്റ്റോൺ വന്ന ശേഷം സർജറി ചെയ്തു. ആ സർജറി ചെയ്ത് മാസങ്ങൾ എടുക്കുമ്പോൾ വീണ്ടും സ്റ്റോൺ പുറത്ത് വന്ന് വീണ്ടും സർജറി ചെയ്യേണ്ട അവസ്ഥ വന്നു. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം സർജറി ചെയ്ത ശേഷം എനിക്ക് വീണ്ടും വന്നിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാരണം ഇത് കാൽസ്യം ഓക്സിഡേറ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുക. അത് ചില വ്യക്തികളുടെ ശരീരത്തിൽ എന്ത് കഴിച്ചാലും കാൽസ്യം ഓക്സിഡേറ്റ് ആയിട്ട് രൂപാന്തരപ്പെടും. ചില ബോഡിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ അത് അടിഞ്ഞു കൂടുന്ന സമയത്ത് ഒരു പരിധി വരെ വലുപ്പമാകുന്ന വരെ ആ വ്യക്തി അത് അറിയ പോലുമില്ല. ഒരു പരിധിയിലധികം വലുപ്പം വരുമ്പോഴേക്ക് സ്റ്റോൺ വേദനയായിട്ട് മാറി പിന്നെ അത് സഹിക്കാൻ പറ്റാത്ത വേദനയിലേക്ക് എത്തും. അവിടെ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ആ പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം ആ വ്യക്തിക്ക് അതിന്റെ ഒരു അറിവും കൂടെ കൊടുക്കണം. കാരണം ഇത് നമ്മൾ പ്രോഡക്റ്റ് കഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് പിറ്റേന്നേക്ക് ആ സ്റ്റോൺ അങ്ങ് പുറത്തു പോരല്ലേ ചെയ്യുന്നത്. നമ്മളെ ലിക്വിഡും ക്യാപ്സ്യൂളും രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാനുള്ള കാരണം പലപ്പോഴും ഈ സ്റ്റോണിന്റെ വലുപ്പം അവര് സ്കാൻ ചെയ്തിട്ട് ചിലപ്പോൾ മാസങ്ങളായിട്ടുണ്ടാവും. അന്ന് അത് ചെറുതായിരിക്കും, പക്ഷെ പിന്നീട് അതിന്റെ സൈസ് ദിനംപ്രതി വർദ്ധിച്ചിട്ടുണ്ടാവും. ആ സ്കാൻ റിസൾട്ട് വെച്ചിട്ടായിരിക്കും അവർ നമ്മളോട് ഇത്ര സൈസേ ഉള്ളൂ എന്ന് പറയും. ചിലപ്പോൾ ഒരു 3 mm ഉള്ളൂ, 4 mm ഉള്ളൂ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അതിന്റെ സ്റ്റോണിന്റെ വലുപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? പൊടിക്കണം. പൊടിക്കാനുള്ള ശേഷി നമ്മുടെ യൂറിഫ്ലഷ് ലിക്വിഡിനില്ല. ആ ശേഷി ഉള്ളത് നമ്മുടെ യൂറിഫ്ലഷ് ടാബ്ലറ്റിന്. അപ്പൊ അതിന്റെ സൈസ് ഒന്ന് ചെറുതാവാനും അത് പുറന്തള്ളുന്ന സമയത്ത് ഓവർ പെയിന് വരാതിരിക്കാനുമാണ് നോവേദനന്റെ ക്യാപ്സ്യൂളും ലിക്വിഡും കൂടെ ആഡ് ചെയ്ത് കഴിക്കുന്നത്. ഇനി ഒരു പക്ഷെ നല്ല വേദന വന്നേക്കാം, അതുകൊണ്ട് തന്നെ നോവേദന ക്യാപ്സ്യൂളും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഇനി ഈ 2 പ്രൊഡക്റ്റും കഴിച്ചു തുടങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് അസിഡിറ്റി കൂടുക എന്നുള്ളത്. ഒരുപക്ഷെ അവർ അസിഡിറ്റി കുറഞ്ഞിരുന്ന വ്യക്തിയാണെങ്കിൽ കൂടി ഇത് കഴിച്ചു തുടങ്ങുമ്പോഴേക്ക് അസിഡിറ്റി അങ്ങ് അധികരിക്കും. കാരണം ഇതിൽ ചെറുള എന്ന ഒരു കണ്ടന്റ് അതിലടങ്ങിയിട്ടുണ്ട്. ഈ ചെറുളക്കുള്ള പ്രത്യേകത അസിഡിറ്റി ഫോം ചെയ്യാൻ അത് കാരണമാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്യാസ് പ്രശ്നം കൂടെ അവർക്ക് ഉണ്ടോയെന്ന് ഇത് കഴിക്കുന്ന ആളൊന്ന് വിളിച്ച് ചോദിക്കാം. ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ലിവാഗെയിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ ലിവാഗെയിൻ, അതിന്റെ കൂടെ യൂറിഫ്ലഷ് ക്യാപ്സ്യൂള്, യൂറിഫ്ലഷ് ടാബ്ലറ്റ്, നോവേദന ക്യാപ്സ്യൂള്. അതാണ് സ്റ്റോണിന്റെ ഒരു പ്രശ്നത്തിന് നമ്മൾ കൊടുക്കുന്നത്. അതൊരു 3 മാസം കഴിക്കുക. നീ കഴിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഇനി എനിക്ക് സ്റ്റോൺ വരൂലേ? സർജറി പോലും എന്താ പറയാ, ആയിരങ്ങൾ മുടക്കി അല്ലെ ലക്ഷങ്ങൾ മുടക്കി സർജറി ചെയ്തവർക്ക് പോലും വീണ്ടും വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വീണ്ടും ഈ ഒരു ബോഡിയിൽ അങ്ങനെ ഉണ്ടായേക്കാം. അപ്പൊ അവരോട് പറയാം, വർഷത്തിലും നിങ്ങൾ ഒരു കോഴ്സ് ആയിട്ടെങ്കിലും ഇത് കഴിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സ്റ്റോണുകൾ ചെറിയ രീതിയിൽ വരികയാണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ ഈ പ്രോഡക്റ്റ് സഹായിക്കും. ഇനി നമ്മുടെ യൂറിഫ്ലഷിന് സ്റ്റോണിനെ പുറന്തള്ളാൻ മാത്രമുള്ള ശേഷിയല്ല ഉള്ളത്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ലവണങ്ങളെ മുഴുവൻ മൂത്രത്തിൽ കൂടെ മലത്തിൽ കൂടെ അത് പുറന്തള്ളിക്കോളും. പ്രത്യേകിച്ച് യൂറിക് ആസിഡ് എന്ന പ്രശ്നത്തിന് അതും കൂടെ അതിന്റെ കൂടെ ചേർത്ത് പറയാണ്, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. യൂറിക് ആസിഡിന് ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ യൂറിഫ്ലഷ്. ഇനി യൂറിനറി സംബന്ധമായിട്ട് വരുന്ന ഒരുപാട് പ്രശ്നത്തിനും കൂടിയുള്ള പരിഹാരമാണ് യൂറിക് ആസിഡ്, ഈ യൂറിഫ്ലഷ്. ഇനി ഷുഗർ, പലപ്പോഴും നമ്മളെ ഡയബാലൈഫ് അസാധ്യ അമേസിങ് റിസൾട്ട് തരുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് നമ്മുടെ ഡയബാലൈഫ് ചെയ്യുന്നത് ഷുഗറിന്, അല്ലേ? പക്ഷെ എല്ലാ ആളുകളിലും ഇത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മളെപ്പോഴും എല്ലാ ഷുഗർ രോഗികളെയും കാണുന്ന സമയത്ത് നിങ്ങളുടെ ഷുഗറിനെ ഞാൻ മാറ്റിക്കളയാം എന്ന് കരുതിയിട്ട് ഡയബാലൈഫ് കൊടുക്കണ്ട. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഉള്ളിലുള്ള പാൻക്രിയാസ് എന്ന ഒരു അവയവമുണ്ട്.
അത് വർക്ക് ചെയ്യാത്ത അവസരത്തിലാണ് നമ്മൾ ഷുഗർ രോഗിയായി മാറുന്നത്. ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി സമയം എടുക്കും. അതിനുള്ള ക്ഷമ അവർക്കുണ്ടെങ്കിൽ മാത്രം ഡാബ ലൈഫ് നിങ്ങൾ അവരോട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് മെഡിസിൻ തന്നെ ചെയ്തോട്ടെ. ഇംഗ്ലീഷ് മെഡിസിന്റെ കൂടെ മാത്രമേ നമ്മുടെ ഷുഗറിനുള്ള സപ്ലിമെന്റ് കൊടുക്കാവൂ. നിത്യവും ഷുഗർ വന്ന ഒരു വ്യക്തി ഇംഗ്ലീഷ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഒരിക്കലും അത് നിർത്തിവെച്ചിട്ട് നമ്മുടെ ഡാബ ലൈഫോ അതിന്റെ കൂടെയുള്ള സപ്ലിമെന്റോ സ്റ്റാർട്ട് ചെയ്യാൻ പറയരുത്. അപ്പൊ ഷുഗറിന് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഡെയിലി ഡിറ്റോക്സ് കൊടുക്കുന്നുണ്ട്. അത് അവരെ ശരീരം ക്ലിയർ ആക്കാൻ കൊടുക്കുന്നതാണ്. അതേപോലെ സ്പൈറുലീന, സ്പൈട്രസ്, ഡാബ ലൈഫ്, ഇത് മൂന്നുമാണ് കറക്റ്റ് കോമ്പിനേഷൻ. ഡാബ ലൈഫ്, സ്പൈറുലീന, സ്പൈട്രസ്. ഇനി ലിവാഗൈന് അവർക്കും ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. കാരണം ലിവറും പാൻക്രിയാസും അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് അവയവങ്ങളാണ്. ആദ്യം ഒരു പക്ഷേ ലിവർ ആയിരിക്കും ഡാമേജ് ആയിട്ടുണ്ടാകും. ലിവറിൽ വരുന്ന പ്രശ്നമായിരിക്കാം ഈ പാൻക്രിയാസിനെയും കൂടി പ്രശ്നത്തിലെത്തിച്ച്. അപ്പൊ എന്തായാലും ആ ഷുഗർ രോഗിക്ക് നിങ്ങൾ ലിവാഗൈനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ലിവാഗൈൻ, സ്പൈറുലീന, സ്പൈട്രസ്, ഡാബ ലൈഫ്. ഇനി ഡാബ ലൈഫ് കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്തെ അവരോട് പറയാം, HbA1c ടെസ്റ്റ് എടുത്ത ശേഷം അത് 9ന് മുകളിലാണ് എങ്കിൽ നിങ്ങൾ വലിയ റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ പറയാം. കഴിച്ചു നോക്കാം, നിങ്ങൾക്ക് ദോഷങ്ങളൊന്നുമില്ല, പക്ഷെ കഴിച്ചു നോക്കാം. എന്നല്ലാതെ HbA1c 9 കഴിഞ്ഞു ഹൈ ഷുഗർ ഉള്ള ഒരു വ്യക്തി, ഷുഗർ റെറ്റിനോപ്പതി, കണ്ണിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഷുഗർ വന്നിട്ടുണ്ട്, ഫുഡ് അൾസർ പോലെ പ്രശ്നത്തിലേക്കൊക്കെ വന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഡാബ ലൈഫ് കൊണ്ട് അവിടെ വലിയ മാറ്റങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയുള്ള വ്യക്തിയിലൊന്നും നമ്മൾ പരീക്ഷിക്കേണ്ട. നമ്മൾ കൊടുക്കുന്നത് വെൽനസ് ആണ്. വരാതിരിക്കാൻ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിനെ എന്തെങ്കിലും ഡാമേജ് വന്ന് നമുക്കൊരു 4-5 വർഷം കഴിയുമ്പോഴേക്ക് നമുക്കൊരു ഷുഗർ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് നമ്മുടെ ഡാബ ലൈഫ്. അത് വെളുത്തുള്ളി എന്നൊക്കെ സ്റ്റെബിലൈസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇത്രയും ഹൈ ആയിട്ടുള്ള ഒരാളിൽ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റേ അല്ല. പിന്നെ അവരെ HbA1c 9 താഴെ ആണെങ്കിൽ അവരോട് പറയാം, ഇനി അത്രയും ഹൈ ഉള്ള ആൾക്കും നമുക്ക് കൊടുക്കാൻ സപ്ലിമെന്റ് ഉണ്ട്. നമ്മുടെ നെർവ് എനർജി ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഷുഗർ വന്ന വ്യക്തികളിൽ നെർവുകൾ സംബന്ധമായിട്ട് വരുന്ന ഒരുപാട് ക്ഷീണം വരാം. അപ്പൊ നെർവ് എനർജി കൊടുക്കാം, സ്പൈറുലീനയും കൊടുക്കാം. അത് അവർ കണ്ടിന്യൂ ചെയ്ത് കഴിച്ചോട്ടെ. അത് ഷുഗറിന് തരുന്ന അല്ല എന്ന് തന്നെ അവരോട് പറയാം. കാരണം ഇത് ഷുഗറിനല്ല, ഷുഗർ മൂലം നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ക്ഷീണം മറ്റുള്ള ഓർഗൻസിനെ ഷുഗർ ബാധിക്കാതിരിക്കാനൊക്കെയാണ്. ക്ഷീണം ഇല്ലാതിരിക്കാൻ ഷുഗർ വന്ന വ്യക്തി പല ഫുഡുകളും അവോയ്ഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് കരീം സാറ് നെർവ് എനർജി കിട്ടിയത് കാണിക്കേണ്ടത്. കാരണം നെർവ് എനർജിക്ക് എനിക്കും 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെർവ് എനർജി ഇന്ത്യ ഷോപ്പിൽ അവൈലബിൾ ആണ്. എങ്ങനെയാന്ന് ഇന്നത്തെ സ്ഥിതി എനിക്കറിയില്ല. ഇന്ത്യ ഷോപ്പിൽ ഓർഡർ ഇട്ടാൽ നമുക്കത് കിട്ടും. ഇപ്പൊ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം. അപ്പൊ നെർവ് എനർജി അത്രയും അസാധ്യ റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിലും വന്നപ്പോൾ തന്നെ സെലിബ്രിറ്റി ആയിട്ട് വന്ന ഒരു പ്രൊഡക്റ്റ്, അങ്ങനെ തന്നെ പറയാം. കാരണം കൊടുക്കുന്നിടത്ത് മുഴുവൻ റിസൾട്ട്. നമുക്ക് ചില ആളുകളിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് കൊടുത്ത റിസൾട്ടിന് ചില ആൾക്ക് വേഗം കിട്ടിയിട്ടുണ്ടാവും, ചില ആൾക്ക് കുറച്ച് സമയം എടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നെർവ് എനർജി അങ്ങനല്ല, കൊടുക്കുന്നിടത്തും മുഴുവൻ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവിടെ മുഴുവൻ 100% തന്നെ പറയാൻ പറ്റുന്ന റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ നെർവ് എനർജി. നമ്മൾ ഏത് സപ്ലിമെന്റിന്റെ കൂടെയും ആഡ് ചെയ്തും കൊടുക്കാൻ പറ്റും. നമ്മൾ 95നെ പറ്റി പറയാറുണ്ട്. 95 ഏത് പ്രശ്നത്തിനും ഏതിന്റെ കൂടെയും കൊടുത്താൽ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നു. അതേപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ നെർവ് എനർജി. അപ്പൊ നിങ്ങൾ ഈ ഷുഗർ ഉള്ള വ്യക്തികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങൾ 1 മാസമോ 2 മാസമോ കഴിച്ചിട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു കേസല്ല ഇത്. നിങ്ങളുടെ പാൻക്രിയാസിനെ റീബൂസ്റ്റ് ചെയ്യാനാണ് ഇത് തരുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 6 മാസം നിങ്ങൾ കഴിക്കുക. 6 മാസം കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കുറച്ചും കൂടെ നീട്ടി വെക്കേണ്ടിയും വരും എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ചില ആളുകൾ ഇന്ന് കഴിച്ച് നാളെ തന്നെ പോയിട്ട്, അല്ലെങ്കിൽ 1 മാസം കഴിച്ചിട്ട് പോയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഷുഗറിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും കറക്റ്റ് അളവായിരിക്കില്ല. നിങ്ങൾ തലേന്ന് രാത്രി ഉറങ്ങാതെ കിടന്നിട്ട് രാവിലെ പോയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ ഹൈ ആയിരിക്കും. നിങ്ങൾ കൂൾ മൈൻഡിൽ ഉറങ്ങി, നല്ല ഉറക്കം, ടെൻഷനില്ല, യാതൊരു പ്രശ്നവുമില്ല, പിറ്റേന്ന് പോയിട്ട് നിങ്ങൾ ഷുഗർ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് നോർമൽ ആയിരിക്കും. കാരണം ഷുഗർ നമ്മുടെ മൈൻഡിനെ ആശ്രയിച്ചു, നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ തലേന്നത്തെ ഉറക്കം, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അതിനൊക്കെ അനുസരിച്ച് ഈ വേരിയേഷൻസ് കാണിക്കും. അതുകൊണ്ടാണ് HbA1c എന്ന ആവറേജ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയുന്നത്.
അപ്പൊ ആവറേജ് ടെസ്റ്റ് എടുത്ത ശേഷം അതിലെ കണക്കിനനുസരിച്ച് നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സിനെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത ശേഷം മാത്രം തുടക്കക്കാർ ഷുഗറിനുള്ള സപ്ലിമെന്റ് കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, ഇനി കൊളസ്ട്രോൾ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സപ്ലിമെന്റ് ആണ് വെൽഹാർട്ട് ഡെയിലി ഡിറ്റോക്സ്. ഡെയിലി ഡിറ്റോക്സ് ഒരു പ്രശ്നമില്ലാത്ത ആൾക്ക് പോലും നമുക്ക് കൊടുക്കാം. ഡെയിലി ഡിറ്റോക്സിന്റെ പ്രത്യേകത ടോക്സിൻസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഒപ്പം വെൽഹാർട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ക്ലിയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. കൂടുതൽ അതിനെ നീട്ടി പറയേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഡെയിലി ഡിറ്റോക്സും വെൽഹാർട്ടും നിങ്ങൾക്ക് കൊളസ്ട്രോളിനെ ക്ലിയർ ചെയ്യാൻ കൊടുക്കാം. ഒരു 3 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിക്കാൻ വേണ്ടി കൂടി പറയാം. ഇനി വെരിക്കോസ്. വെരിക്കോസ് ഏതൊരു വീട്ടിൽ പോയാലും നമുക്ക് അവിടെ വെരിക്കോസ് ഉള്ള 3-4 ആളെ കാണുന്ന ഒരു സമയത്തിലേക്ക് മാറിയിട്ടുണ്ട്. വെരിക്കോസിനായിട്ട് നമ്മളെ കമ്പനി ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അടുത്ത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതുവരെ നമുക്ക് നല്ല റിസൾട്ട് കൊണ്ടുതരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. വെരിക്കോസിന് 2 ടൈപ്പിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കും. എല്ലാ വെരിക്കോസ് ഉള്ള ആൾക്കും നമ്മൾ ഒരേപോലെ അല്ല പ്രൊഡക്റ്റ് കൊടുക്കാറ്. ചില ആളുകളിൽ വെരിക്കോസ് അൾസറായി മാറിയിട്ടുണ്ടാവും. എന്നാൽ ചില ആളുകളിൽ വെരിക്കോസ് സ്റ്റാർട്ട് ചെയ്ത് ഒരവസ്ഥയിൽ വയ്ക്കും. അപ്പൊ ഇത് രണ്ടിനും നമുക്ക് 2 കോമ്പിനേഷൻ വെച്ചാൽ കൊടുക്കുക. ഇനി ഞാൻ ആദ്യം പറയുന്നത് വെരിക്കോസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉൽപ്പന്നമാണ്. സ്റ്റാർട്ട് ചെയ്ത വ്യക്തി വെരിക്കോസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയ രീതിയിലൊക്കെ കൈകാലുകളിൽ കടച്ചിൽ വന്നിട്ടുണ്ട് എന്നുള്ള വ്യക്തിയാണെങ്കിൽ ബ്ലഡ് പ്യൂരിഫയർ, ഡെയിലി ഡിറ്റോക്സ്, വെൽഹാർട്ട്, ചാമ്പിത്തൈലം. ബ്ലഡ് പ്യൂരിഫയർ, ഡെയിലി ഡിറ്റോക്സ്, വെൽഹാർട്ട്, ചാമ്പിത്തൈലം. ഇത്രയും പ്രോഡക്റ്റ് കൊടുത്താൽ മതി ഒരു സ്റ്റാർട്ട് ചെയ്ത് വെരിക്കോസിന്റെ പ്രശ്നമുള്ള ആൾക്ക്. അതിലെ ഓരോ പ്രോഡക്റ്റും എന്തിനാണ് ഉപകരിക്കുന്നതെന്ന് കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ബ്ലഡ് പ്യൂരിഫയർ രക്തം ശുദ്ധി വരുത്താൻ. നമുക്കറിയാം ചീത്ത രക്തം അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് വെരിക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചീത്ത രക്തത്തിനെ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കുന്നത്. ഇനി ഡെയിലി ഡിറ്റോക്സ്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടോക്സിഫിക്കേഷൻ, കൊഴുപ്പുകൾ പുറന്തള്ളാനാണ്. വെൽഹാർട്ട് നമുക്കറിയാം ബ്ലഡിന്റെ സർക്കുലേഷൻ കൂട്ടാനാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും നെരുപ്പ് തടിച്ചു വരുന്ന അവസ്ഥയും ചീത്ത രക്തം അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന നേരം ബ്ലഡ് സർക്കുലേഷൻ നിലച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കടച്ചിൽ വരുന്നത്. ആ കടച്ചിൽ ക്ലിയർ ചെയ്യാൻ. പിന്നെ ചാമ്പിത്തൈലം പുറമെ അപ്ലൈ ചെയ്യാനും കൂടെ. ഇതാണ് തുടക്കക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. എന്നാൽ വെരിക്കോസിന്റെ ലെവലൊക്കെ അങ്ങ് മാറി അധിക കേസ് നമുക്ക് കിട്ടാറാണ് വെരിക്കോസ് കുറച്ച് അങ്ങ് എത്തിയ കേസ്. അവിടെ നമ്മൾ വെരിക്കോസ് അൾസർ എന്ന രീതിയിലേക്കൊക്കെ മാറി അത് പൊട്ടി ഒലിക്കുന്ന അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പഴുപ്പിലേക്ക് ഒരിക്കലും ചാമ്പിത്തൈലം കൊടുക്കരുത്. ഇനി ബ്ലഡ് പ്യൂരിഫയർ അതിന്റെ കൂടെ കൊടുക്കണം. വെരിക്കോസ് അൾസർ ആണെങ്കിലും കൊടുക്കണം. നെർവ് എനർജി 9E5, വെൽഹാർട്ട്. നെർവ് എനർജി 9E5, വെൽഹാർട്ട്, ബ്ലഡ് പ്യൂരിഫയർ. ഇതാണ് വെരിക്കോസ് അൾസർ ഉള്ള ഒരാൾക്ക് കൊടുക്കേണ്ടത്. ഇനി അത് കഴിച്ചു തുടങ്ങുമ്പോൾ വെരിക്കോസ് അൾസർ ഉള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അതിന്റെ ആദ്യത്തെ മാസം കുറച്ച് പ്രയാസം നേരിട്ടേക്കാം. കാരണം അതിന്റെ ഉള്ളിലുള്ളത് ഓൾറെഡി പൊട്ടിക്കെടുക്കുന്ന ഞരമ്പാണെങ്കിൽ അതിലൂടെ പുറന്തള്ളും. അപ്പൊ അത് ഒന്ന് ഒലിച്ച് പുറത്ത് പോവുകയാണെങ്കിൽ അത് പോയി കഴിഞ്ഞ ശേഷം ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് മുറിവ് ഉണങ്ങാൻ നമ്മുടെ വോണ്ട് ഹീൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നെർവ് എനർജി അതിൽ അസാധ്യ റിസൾട്ട് കൊണ്ടുതരുന്നുണ്ട്. അത് തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് കഴിക്കാൻ പ്രത്യേകം അവരോട് പറയണം. പല ആളുകളും 9E5 കൊടുത്താൽ ആദ്യത്തെ 1 മാസം കഴിക്കും. എനിക്ക് റൈറ്റ് കൂടുതലാണ്, അപ്പൊ 9E5 അവിടെ നിൽക്കട്ടെ, അടുത്ത മാസം മുതൽ ഞാൻ ഇതൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്ന കേസ് നമ്മൾ കാണാറുണ്ട്. കാരണം അവരുടെ ബോഡി മൊത്തത്തിൽ പ്രശ്നത്തിലായി. അതിന് ഒറ്റ മാസം കൊണ്ട് ഈ 9E5 കൊണ്ട് എടുത്ത് കളയാനുള്ള ഒരു മാജിക്കും ഇതിനില്ല. ഒറ്റ മാസം കൊണ്ട് റിസൾട്ട് അവർക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കണ്ടിന്യൂ ചെയ്ത് ഒരു 6 മാസം അവരോട് 9E5ന്റെ കൂടെ തന്നെ 9E5 നെർവ് എനർജി നിർബന്ധമായിട്ടും അതിന്റെ കൂടെ മറ്റേ സപ്ലിമെന്റ് കൂടെ ആഡ് ചെയ്ത് കഴിക്കാൻ പറയണം. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ ഹൗസിയ മാഡം.
ഓക്കെ ആണല്ലോ അല്ലേ? കുഴപ്പമില്ല. അപ്പൊ അപ്പൊ നമ്മൾ ഇത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഒറ്റ മാസം കൊണ്ട് ഇതിപ്പം വർഷങ്ങളായി എടുത്ത പ്രശ്നമായിരിക്കും. അവരെ സംബന്ധിച്ച് അവർ തോന്നുന്നത് എന്തായിരിക്കും? ഇന്ന് കഴിച്ച് നാളെ തന്നെ നമ്മൾ മാറ്റിക്കളയണം. ഇത് ഓരോന്നും നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. കൈകാലിലെ കടിച്ചിൽ അവർക്ക് ഒരു മാസം കൊണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. പക്ഷെ ആ നെർവ് തടിച്ചു കിടക്കുന്നത് കൂടെ ക്ലിയർ ചെയ്യണം. അത് മാറിയപ്പോൾ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും. സ്വാഭാവികമാണത്. പിന്നെ ഒരുപക്ഷെ നല്ല വെയിറ്റും കൂടെ ഉള്ള ആളാണെങ്കിൽ ഈ കാല് വേണ്ട ഈ വെയിറ്റ് താങ്ങാൻ ചെറിയ രീതിയിൽ ആ വെയിറ്റ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും സപ്ലിമെന്റ് കൂടെ അതിന്റെ കൂടെ ചിലപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചെറിയ എക്സസൈസും കാര്യങ്ങളും കൂടെ ഒക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മുടെ ഏത് പ്രൊഡക്റ്റും കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയാം. കാരണം വെള്ളം കുടിക്കാത്ത ആൾക്ക് 95 കഴിച്ചു തുടങ്ങിയാൽ എന്താ സംഭവിക്കാറ്? 95 കഴിക്കുമ്പോഴേക്ക് ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ ചെറിയ ചെറിയ സൂക്ഷ്മ ഞരമ്പുകളിലൂടെയൊക്കെ പ്രവഹിച്ചു പോകേണ്ടതാണ്. അപ്പൊ വെള്ളം കുടിക്കാത്ത ഒരു വ്യക്തി 95 കഴിച്ചു തുടങ്ങിയ ആദ്യത്തെ ആഴ്ചകളിൽ ക്ഷീണമാണ് ഉണ്ടാവും. ക്ഷീണം വരും, ഉറക്കം അധികരിക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ അവരോട് പറയാം. പിന്നെ ഏത് സപ്ലിമെന്റിന്റെ കൂടെയും വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ആ റിസൾട്ട് ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അത് നമ്മുടെ ഏത് പ്രൊഡക്റ്റിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ കുട്ടികളില്ലാത്ത പ്രശ്നത്തിന് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കേസാണ്. കുട്ടികളില്ലാത്ത പ്രശ്നത്തിന് നമ്മുടെ പല സപ്ലിമെന്റും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ എടുത്തിട്ട് കൊടുത്തുകൊണ്ട് ഒരു കുട്ടികളില്ലാത്ത വ്യക്തിക്ക് എടുത്തു കൊടുത്ത് അതേ സപ്ലിമെന്റ് ആയിക്കോണമെന്നില്ല ആ വ്യക്തിക്ക് കൊടുക്കേണ്ടത്. അവരൊരു പക്ഷേ ആ ഒരു പ്രശ്നത്തിന് എവിടെയും ഡോക്ടേഴ്സിനെ കാണിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആരാഞ്ഞിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ ആദ്യം നിങ്ങൾ അപ്ലൈ ലീഡേഴ്സിനെ കൂട്ടിയിട്ടോ, നിങ്ങൾ കുറച്ച് തുടക്കം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അവരിപ്പോ ഏത് അവസ്ഥയിലാണുള്ളത് നമ്മൾ മനസ്സിലാക്കും. കാരണം ഒരു പക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവിടെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ രണ്ട് വ്യക്തിയും കഴിച്ചാൽ ഉപകാരപ്പെടുന്ന ഒരു സപ്ലിമെന്റ് ആണ് 95. 95 രണ്ട് വ്യക്തികളോട് നമുക്ക് കോമൺ ആയിട്ട് കഴിക്കാൻ പറയാം. എന്നാൽ ചിലപ്പോൾ പുരുഷന്മാരുടെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം വരുന്ന ഇഷ്യൂ ആണെങ്കിൽ, ലേഡിക്ക് യാതൊരു കുഴപ്പമില്ലാത്ത കേസാണെങ്കിൽ, കൗണ്ടിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ മാൻ ശക്തിമാന് 95 പുരുഷന്മാർക്ക് സജസ്റ്റ് ചെയ്യാം. ഇനി ഷുഗർ രോഗിയോ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും തൈറോയിഡ് ഇങ്ങനെ എന്തെങ്കിലും അസുഖം കൂടെ അവർക്കുണ്ടോ എന്നൊന്ന് ചോദിച്ചറിയാം. ഉണ്ടെങ്കിൽ അതിന്റെ സപ്ലിമെന്റ് അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇനി അധിക കേസിലും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് PCOD. PCOD ഉള്ള ലേഡീസിൽ പ്രഗ്നൻസി ലേറ്റ് ആവും. അപ്പൊ നമുക്കവിടെ ലേഡീസിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ സൈക്ലോവ, വുമൺ കമ്പാനിയൻ, 95. ഇത് മൂന്നും കൂടെ ലേഡീസിന് കൊടുക്കും. ഇനി ഒരുപാട് ലേഡീസിൽ ഉള്ള പ്രശ്നമാണെങ്കിൽ കൂടി നമുക്കറിയാം അസ്ഥിയുരുക്കം നല്ല രീതിയിലുള്ള ലേഡീസിനും കൂടി ആണെങ്കിൽ ന്യൂട്രൽ ലൈഫും കൂടെ അതിന്റെ കൂടെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എല്ലാ പ്രശ്നവും ഒരുപക്ഷെ ഒരു വ്യക്തിയിൽ ഉണ്ടായിക്കോണമെന്ന് ഇതിൽ ഏതെങ്കിലും മെയിൻ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതിനെ നോക്കിയിട്ട് അതിന് വേണ്ട പ്രൊഡക്റ്റ് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ പ്രൊഡക്റ്റോട് മാത്രം ക്ലിയർ ആവുന്ന കേസിനെ നമുക്ക് തന്നെ അറിയാം. ഓരോ വിശ്വാസത്തിലുള്ള എന്താ പറയാ പ്രാർത്ഥന അതും അതിന്റെ ഒപ്പം വേണം. ആ പ്രാർത്ഥനയുടെ ഒപ്പം നമുക്ക് എന്താണോ പ്രശ്നം എന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയാൽ നല്ല റിസൾട്ട് ഒരുപാട് ആളുകളിൽ കിട്ടിയിട്ടുള്ള സപ്ലിമെന്റുകളാണ് ഞാൻ ഈ പറഞ്ഞ സപ്ലിമെന്റ് മാൻശക്തിമാൻ, 95. അതേപോലെ ഈ ലേഡീസിനുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ 95 രണ്ടുപേർക്കും കഴിക്കാം. ലേഡീസിലുള്ള ഇത്തരം പ്രശ്നങ്ങൾക്ക് വുമൺ കമ്പാനിയൻ, സൈക്ലോവ, ന്യൂട്രൽ ലൈഫ്. ഇനി മുഖക്കുരു പല ടൈപ്പിൽ മുഖക്കുരു നമുക്ക് പല ആളുകളിലും കാണും. അപ്പൊ നമ്മൾ വേഗം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫേസ് വാഷ് അങ്ങ് കൊടുത്തിട്ട് പോരും. ഫേസ് വാഷ് മാത്രം പോരാ. മുഖക്കുരു വരുന്നത് രക്തം അശുദ്ധിയാവുമ്പോഴാണ്. അപ്പൊ രക്തം ക്ലിയർ ചെയ്യാണ് ആദ്യം വേണ്ടത്. ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കുക. ഇനി ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു ബോട്ടിൽ കൊടുത്തിട്ട് പോരുകയും ചെയ്യരുത്. 3 ബോട്ടിലെങ്കിലും മുഖക്കുരു ഉള്ളാക്ക് കൊടുത്തിട്ടേ പോരാവും. കാരണം എന്താ അറിയോ? ഒരു ബോട്ടിൽ കഴിച്ച് തുടങ്ങുമ്പോൾ ആ കുരുക്കൾ ഒന്ന് അധികരിക്കും. അപ്പൊ അവര് രണ്ടാമത്തെ ബോട്ടിൽ ചിലപ്പോൾ നിങ്ങളോട് വാങ്ങാൻ മനസ്സ് കാണിച്ചോളണമെന്നില്ല. എന്നാൽ 3 ബോട്ടിലും ആദ്യം വാങ്ങി വെച്ച വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തെ ബോട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങും.
അത് ഉപയോഗിക്കുമ്പോഴേക്ക് ആ പ്രശ്നം തന്നെ അവിടെ ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ അവരെ ഫേസ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരം എന്തിനേയും പുറന്തള്ളുകയാണ് ആയുർവേദം ഉള്ളിലെത്തിയാൽ ചെയ്യാം. ഒന്നും അങ്ങോട്ട് ഉള്ളിലേക്ക് അമർത്തല്ല ചെയ്യാം. അപ്പൊ ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? രക്തം ശുദ്ധിയാവും. രക്തം ശുദ്ധിയായി കഴിയുമ്പോൾ അതങ്ങ് ക്ലിയർ ആവും. അപ്പൊ അത് എഫക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുഖക്കുരു അധികരിക്കും എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിന്റെ കൂടെ ഫേസ് വാഷ്, ഓയിലി സ്കിന്നുകാർക്ക് നല്ലത് 3-in-1 ഫേസ് വാഷ് ആണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റ്. മുഖക്കുരു ഉള്ള കേസിന് അധികവും വരിക ഓയിലി സ്കിൻ ആയിരിക്കും. അപ്പൊ അവർക്ക് ബെസ്റ്റ് ആകുക 3-in-1 ഫേസ് വാഷ് ആണ്. പിന്നെ മുഖക്കുരുവിന്റെ പാട് പോകാൻ രാത്രി കിടക്കുന്ന സമയത്ത് ബോണ്ടി ഹീൽ അപ്ലൈ ചെയ്യാൻ പറയാം. ബ്ലഡ് പ്യൂരിഫയർ, 3-in-1 ഫേസ് വാഷ്, ബോണ്ടി ഹീൽ. ഇനി ഡ്രൈ സ്കിൻ ഉള്ള ഒരാൾക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ റേഡിയന്റ് ഗ്ലോ ഫേസ് വാഷും ഫെയർനെസ്സും ആണ്. പിന്നെ ചില ആളുകൾ റേഡിയന്റ് ഗ്ലോ ഫേസ് വാഷ് കൊടുക്കാതെ ഫെയർനെസ് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രശ്നമാണ്, ഫെയർനെസ് യൂസ് ചെയ്ത് കുറച്ച് കഴിയുന്നേരം മുഖത്ത് ചെറുതായിട്ട് കുരുക്കൾ പൊന്താം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫേസ് വാഷ് യൂസ് ചെയ്യാതെ മുഖം കഴുകാതെ അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്ത് മുഖം കഴുകിയ ശേഷം നമ്മുടെ ഫെയർനെസ് യൂസ് ചെയ്യുമ്പോൾ സോപ്പിൽ ഒരുപാട് കെമിക്കൽ കണ്ടന്റുകളുണ്ട്. ആ കെമിക്കൽ കണ്ടന്റ് ഉള്ള ഫേസിലേക്ക് ഫെയർനെസ് യൂസ് ചെയ്യുന്നേരം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഫെയർനെസ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഫേസ് വാഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോപ്പ് യൂസ് ചെയ്ത മുഖത്ത് എല്ലാ ആളുകളിലും അല്ല, ചില ആളുകളിൽ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടുവരുന്നു. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നത് പറഞ്ഞു കൊടുക്കാം. നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി 2 പ്രോബ്ലം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. അലർജി. അലർജി എവിടെ പോയാലും നമ്മൾ കാണുന്നതാണ് അല്ലെ? പലതരം അലർജികൾ, പല ടൈപ്പില്. അപ്പോൾ അലർജിക്ക് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കവചപ്രാശം. ഇനി തുമ്മൽ അലർജി ഉള്ള വ്യക്തികൾ ഉണ്ടാവാം, ചുമ അലർജി മൂലം ചുമ ഉള്ളവരുണ്ടാവും. നമ്മുടെ ആന്റി അലർജി വാങ്ങി കൈ കിട്ടിയ ശേഷം പലപ്പോഴും പല ആളുകൾ ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിന്റെ മുകളിൽ തൊലിപ്പുറമെ എന്തോ പൊന്തിയതാണ് കാണുന്നത്, പക്ഷെ ഇത് ചുമക്ക് റിസൾട്ട് ഉണ്ടാവുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ആന്റി അലർജിന്റെ മുകളിലുള്ള ഫോട്ടോ? എന്താ ശരീരത്തിൽ എന്തോ പൊന്തിയതിന്റെ ഫോട്ടോ ആണ്. പക്ഷെ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് അലർജികളുണ്ട്. ചിലർക്ക് ചുമയായിരിക്കും, ചിലർക്ക് നിൽക്കാതെ തുമ്മലായിരിക്കും. ഈ ചുമക്കുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഡ്രൈ കഫായിരിക്കും, വരണ്ട ചുമ. എന്താ പറയാ, കഫൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ കുത്തി കുത്തി ചുമക്കുക, രാത്രിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ അസഖ്യമായ ചുമ. അതൊരു തരം അലർജിയാണ്. ഭയങ്കര സൗണ്ട് വരുന്ന ചുമ, അതൊക്കെ അലർജിയാണ്. അപ്പൊ നമ്മൾ അതിനെ കവചപ്രാശത്തിന്റെ കൂടെ ആന്റി അലർജിയാണ് അത്തരം ചുമ ഉള്ള ആൾക്ക് കൊടുക്കുക. അത് ആന്റി അലർജി കഴിക്കുന്ന സമയത്ത് 15 മില്ലി എടുത്തിട്ട്, ഞാൻ തന്നെ പരീക്ഷിച്ച് നോക്കിയതാണ്, ആരും പറഞ്ഞു ചെയ്തല്ല, പക്ഷെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 15 മില്ലി എടുക്കുക ആന്റി അലർജി, 15 മില്ലി വെള്ളം കൊടുക്കുക. എന്നിട്ട് രാവിലത്തേത് വെറും വയറ്റിൽ കഴിക്കുക. അലർജി ഉള്ള ആൾക്ക് നല്ല റിസൾട്ട് കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ കവചപ്രാശത്തിന്റെ കൂടെ ഈ ഡ്രൈ കഫ് ഉള്ളവർക്ക് നമുക്ക് ആന്റി അലർജിയും കവചപ്രാശവും കൂടെ കൊടുക്കുക. ഇനി ചില ആളുകളിൽ കഫ് ഉണ്ടാവും, അങ്ങനെയുള്ള ആളാണെങ്കിൽ കഫ്നിൽ കൊടുക്കുക, കവചപ്രാശവും കൊടുക്കുക. ഇനി തുമ്മൽ അലർജി വരുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം? റോൾ ഓൺ ഇൻഹീലറും കൂടെ കവചപ്രാശത്തിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. റോൾ ഓൺ ഇൻഹീലർ നല്ല തുമ്മലുള്ള ആളോട് പറയേണ്ടത്, ആദ്യത്തെ 2 ദിവസം നിങ്ങൾ അതിന്റെ മുകളിൽ അടപ്പ് മാറ്റിയ ശേഷം ഒരു വായ്വട്ടമുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഇത് 2 ഡ്രോപ്പ് ഉറ്റിക്കുക, എന്നിട്ട് ആവി പിടിക്കാൻ പറയാം. ആദ്യത്തെ ഒരാഴ്ച അങ്ങനെ ചെയ്യാൻ പറയാം. ഒരാഴ്ച കഴിഞ്ഞ ശേഷം ജസ്റ്റ് കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കാൻ പറയാം. അങ്ങനെ കൊടുക്കാം. അപ്പോൾ അലർജി ചില ആളുകളിൽ സ്കിന്നിൽ അലർജി ആയിട്ട് വരും അല്ലേ? അത് കൂടിയ ഒരു ടൈപ്പ് ആയിരിക്കും. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാം? കവചപ്രാശം, ബ്ലഡ് പ്യൂരിഫയർ, ആന്റി അലർജി, വൂണ്ട് ഹീല്. സ്കിന്നിൽ പൊന്തുന്ന അവസ്ഥയിൽ വൂണ്ട് ഹീലും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ബ്ലഡ് പ്യൂരിഫയറും കൂടെ കൊടുക്കുക. രക്തം ശുദ്ധി വരുത്തണം, ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ്. പലപ്പോഴും അത് ക്ലിയർ ചെയ്യുന്നെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. രക്തം ശുദ്ധി വന്നാലേ അത് ക്ലിയർ ആയി വരുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി ഒറ്റ പ്രശ്നത്തോട് പറഞ്ഞ് ഞാൻ അവസാനിക്കുകയാണ്. 50 ആയിട്ടുണ്ട്. ഗ്യാസ്, അസിഡിറ്റി. അസുഖങ്ങളെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഇത് തീരൂല. പക്ഷെ ഇത് നിങ്ങൾ പിന്നീട് അതിന്റെ കോമ്പിനേഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അങ്ങ് പഠിച്ചോളൂ.
ഇത്തരം പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ പുറകെ അതും നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ ഗ്യാസ് അസിഡിറ്റി എന്നുള്ള പ്രശ്നം ലിവർ ഫംഗ്ഷൻ തകരാറാകുമ്പോൾ അതിനെ ക്ലിയർ ചെയ്യാനുള്ള ഉൽപ്പന്നമാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന അസിഡിറ്റിനെ മാറ്റാനല്ല, അസിഡിറ്റി വന്ന കാരണം, ആ കാരണത്തിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അസിഡിറ്റി വരാനുള്ള കാരണം നമ്മുടെ ലിവർ ഫംഗ്ഷനിൽ വരുന്ന തകരാറാണ്. അപ്പൊ ആ ലിവർ ഫംഗ്ഷനെ കറക്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ലിവാഗെയിൻ ചെയ്യുന്നത്. അത് ലിവാഗെയിൻ്റെ കൂടെ നമ്മൾ സപ്ലിമെന്റും കൂടെ ആഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ഒരുപക്ഷെ ഈ ഗ്യാസിന്റെ പ്രശ്നം തുടക്ക സമയത്ത് ശ്രദ്ധിക്കാതെ വന്ന് കുറച്ച് അധികരിച്ച് കുടലില് പുണ്ണ് പോലെ പ്രശ്നങ്ങളിലേക്ക് വന്ന് വായിൽ പുണ്ണ് വരിക, കുടലില് പുണ്ണ് വരിക, IBD പോലത്തെ പ്രശ്നങ്ങളിലേക്ക് വന്ന് വയറിൽ എന്താ പറയുക കാളിച്ച അസ്വസ്ഥതകളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ലിവാഗെയിൻ്റെ കൂടെ പ്രോബയോട്ടിക്, നല്ല ബാക്ടീരിയ നമ്മുടെ പ്രോബയോട്ടിക് ലിവാഗെയിൻ്റെ കൂടെ കൊടുക്കുക. ഇനി വയറ് സ്തംഭിക്കുക, വയറ് വീർക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. കീവായു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടെ അലട്ടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ലിവാഗെയിൻ, പ്രോബയോട്ടിക്, അതിന്റെ കൂടെ ഇമ്മ്യൂണോ പ്ലസ് ക്യാപ്സ്യൂൾ, ഇത് മൂന്നും കൂടെ കൊടുക്കുക. പിന്നെ നമ്മുടെ ഇപ്പോൾ പുതിയ വന്നിട്ടുള്ള ഹെർബൽ ആന്റാസിഡ്, അത് നല്ല രീതിയിൽ റിസൾട്ട് കൊണ്ടുതരുന്നുണ്ട്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഹെർബൽ ആന്റാസിഡ് ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പൊ കഴിച്ച ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഒന്ന് അഡ്വൈസ് ചെയ്ത് പറയുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ കുട്ടികളിൽ പലപ്പോഴും ചെറിയ ന്യൂബോൺ ബേബിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആയുർവേർ എന്ന് പറഞ്ഞ ഒരു ഡ്രോപ്സ് വരുന്നുണ്ട്. പുതുതായിട്ട് വന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല രീതിയിൽ അത് റിസൾട്ട് കൊണ്ടുതരുന്നുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം, ദഹനക്കേട് എന്ന് പറഞ്ഞ അസുഖം ചെറിയ കുട്ടികളിൽ ന്യൂബോൺ ബേബിയിൽ വരെ അത് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ദഹനക്കേടാണ് പലപ്പോഴും കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പനി പോലത്തെ അസുഖങ്ങൾ, വയറുവേദനയൊക്കെ ആയിട്ട് കുട്ടികൾ കരയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവർക്ക് ഈ ആയുർവേർ എന്ന ഡ്രോപ്സ് കൂടെ സപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നെ പൈൽസിന് ഓൾറെഡി നമ്മൾ ആദ്യം കൊടുത്തു പോരുന്നത് ഇമ്മ്യൂണോ പ്ലസ് ആയിരുന്നെങ്കിൽ ഇന്ന് അസാധ്യ റിസൾട്ട് വരുന്ന നമ്മുടെ പൈൽ CC എന്ന ക്യാപ്സ്യൂൾ വരുന്നുണ്ട്. പൈൽ CC അതിന്റെ കൂടെ പ്രത്യേകിച്ച് പൈൽസിന്റെ പ്രശ്നം വരുന്ന ആളുകളിൽ ശോധനക്കുറവ് നന്നായിട്ടുണ്ടാവും. ആരോഗ്യമുള്ള ഒരു ബോഡീന്റെ ലക്ഷണം എന്ന് പറയുന്നത് നന്നായിട്ട് ശോധന ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ യെസ്, നല്ല റിസൾട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആരോഗ്യമുള്ള ബോഡിയുടെ ലക്ഷണം നല്ല ശോധനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പൈൽസിന്റെ പ്രശ്നമുള്ള ആളുകളിൽ നമ്മുടെ ഫുൾ ആന്റിസി എന്ന സപ്ലിമെന്റും കൂടെ കൊടുക്കുന്നത് നന്നായിരിക്കും. ശോധന കറക്റ്റ് ചെയ്യുക, അതിന് ഫുൾ ആന്റിസി കൊടുക്കുക, അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യാം, പൈൽ CC ക്യാപ്സ്യൂളും. നിങ്ങളെ നമ്പർ തന്നാൽ നന്നായിരുന്നു. നമ്പറിന്റെ ആവശ്യമല്ല, നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സിന്റെ നമ്പർ കൊടുത്താൽ മതി. ഇത് അതെനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മളെപ്പോഴും എല്ലാ ലീഡേഴ്സിനെയും നമുക്ക് അവൈലബിൾ ആണ്, വിളിച്ചാൽ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരമൊക്കെ അവിടെ കിട്ടും. പക്ഷെ നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സിനെ തന്നെ കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ അയ്യൂബ് സാർ അടുത്തുനിന്ന് കിട്ടും, വാട്സപ്പിൽ അയച്ചാൽ മതി. ഡൗട്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഇനി എന്നേക്കാൾ കഴിവുകളുള്ള, ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ പോരായ്മകളുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പൊ അത് തിരുത്താൻ പറ്റിയ ലീഡേഴ്സ് ഇതിലിപ്പോൾ അവൈലബിൾ ആണോ എന്ന് അറിയില്ല. ഒന്നാമത് നമ്മുടെ റഷീദ് സാറിന്റെ ഉമ്മ മരണപ്പെട്ടുകൊണ്ട് തന്നെ ലീഡേഴ്സ് ഒക്കെ അവിടേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ അവരത് തിരുത്തി തരും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ. ഏതായാലും ഇത്രയും നേരം ഞാൻ എന്താ നിങ്ങൾക്ക് തരിക എന്ന് വിചാരിച്ചു. ഓ, ധാരാളിസ്ഥാൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ ധാരാളിസ്ഥാൻ എന്നെ എന്തെങ്കിലും ക്ലിയർ ചെയ്യാണ്ട് പറഞ്ഞു തരും. എന്നേക്കാൾ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്, പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് രംഗത്തൊക്കെ വലിയ വലിയ കഴിവുള്ള വ്യക്തിയാണ്. ധാരാളിസ്ഥാൻ എന്നൊക്കെ കിട്ടിയ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഏതായാലും താങ്ക് യു. ഇത്രയും നേരം ശ്രമിച്ചതിന്. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫീൽഡിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കൊണ്ടുവരാനും അടുത്ത ആഴ്ചകളിലേക്ക് നിങ്ങളുടെയൊക്കെ റാങ്ക് മാറാനും ഒക്കെ അത് സഹായകമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു താഹിറ മാഡം. എന്താ പറയല്ലേ, ഏതായാലും മോർണിംഗ് മീറ്റിൽ ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടിയത്. എന്താ വെച്ചാല് കുറെ പ്രൊഡക്റ്റുകളെ പറ്റി നമുക്ക് അറിയാൻ കഴിഞ്ഞു. എത്ര താങ്ക് യു പറഞ്ഞാലും താഹിറ മാഡത്തിന് അധികം ആവില്ല, അത്രക്കും നല്ലൊരു സ്പീച്ച് ആയിരുന്നു. നമുക്ക് ഹാൻഡ് റൈസ് ചെയ്താലോ, വിളിക്കാല്ലേ താഹിറ മാഡം? വിളിച്ചോളൂ. ധാരാളം ഓക്കെ, പ്ലീസ് വെൽക്കം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ വൈഫും കൂടി കൂട്ടിയാ കേട്ടിരുന്നത്. വൈഫ് പറയും ചെയ്തു നല്ല ക്ലാസ് ആട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സന്തോഷം. ഞാനിവിടെ കറണ്ട് ഇല്ല,
വളരെ നല്ല തായറാമടത്തിനവിടെ നല്ല മഴയുണ്ട്. അപ്പൊ രണ്ടും കൂടി ചൂട്ടി വായിക്കുക എല്ലാരും കൂടി. എന്നും എല്ലായിടത്തും മഴ ദിവസമാണ്. കറണ്ട് ഇല്ലായ്മ, വോൾട്ടേജ് ഇല്ലായ്മ ഒക്കെ കാരണമായിരിക്കും. വൈഫൈ കിട്ടുന്നില്ല. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത് ഈ കോമ്പിനേഷൻസ് നമ്മൾ പങ്കുവെക്കുക. എന്ത് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ചില നമ്മുടെ ലീഡേഴ്സിന് തന്നെ തോന്നുകയാണ് എന്ത് ഇതിങ്ങോട്ട് നുള്ളിയെടുത്ത് കളയും, ഈ പ്രൊഡക്റ്റ് നാളെ കൊടുത്താൽ മറ്റന്നാൾ അങ്ങോട്ട് മാറും എന്നൊക്കെ ഒരു തോന്നലാ. നമ്മളെ പ്രധാന ലീഡേഴ്സ് തന്നെ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ് എന്ത്, ഒരു സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരാണ്. ഇത് മതിയാവൂലേ, ഇത് പോരെ, ഒരു നേരം കഴിച്ചാൽ പോരെ, ഇങ്ങനെയൊക്കെ. എന്തിനാ ഒരു നേരം കഴിക്കണം? അതാണ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ആ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അങ്ങനെ നോക്കിയിരുന്നാൽ മതി, എന്നാൽ മാറും. ഇത് അസ്മാ ചികിത്സയും തൊലിസമാത്തൊന്നും അല്ല, ഇത് മന്ത്രവാദമൊന്നുമല്ല. നമ്മളെ ശരീരത്തെ കുറിച്ച് പഠിക്കാം. പല ശരീരത്തിനും പല പ്രകൃതി. ഇന്ന് രാവിലെ എന്നോട് ഒരാളെ ചോദിച്ച ചോദ്യത്തിൽ പെട്ട സ്ട്രെച്ച് മാർക്ക് ഒറ്റ ഒന്നും ഉപയോഗിച്ചാൽ മാറൂലേ. സത്യത്തിൽ അത് അവരുടെ ശരീര പ്രകൃതി എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ. മാറിയോലെ കാണിച്ചാൽ ഞാൻ ബെൽനസ് സാറിനോട് പണ്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ആപ്റ്റായ മറുപടിയാണ്. ഞാൻ ആ ബെൽനസ് സാറോട് ചോദിച്ചു, ഈ ഡയബലൈഫ് ഒന്ന് കഴിച്ചാല് മാറുന്നെന്തല്ല, ഡയബലൈഫ് അല്ല, ജാമ്യത്തായാലും വെൽഹാർട്ടും ബ്ലഡ് പ്യൂരിഫയറും കൊടുത്തു കഴിഞ്ഞാല് ഒരു സ്ട്രോക്ക് ബാധിച്ച് കിടക്കുന്ന ഒരാള് എന്നിട്ട് നടക്കുന്നു, വല്ല പ്രതീക്ഷയുണ്ടോന്ന്. അതൊക്കെ നമ്മളെ സ്റ്റാർട്ടിങ് സ്റ്റേജിലെ ചോദ്യമാട്ടെ. ഇന്നിപ്പോ ഒരു മണ്ടത്തരത്തിലെ പൊട്ടത്തരത്തില് അവാർഡ് തരാൻ പറ്റിയ ചോദ്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, മനസ്സിലായില്ലേ. അന്നത്തെ ചോദ്യം അത് പ്രസക്തമായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. പളനി സാറ് പറഞ്ഞു മാറിയ ധാരാളം ആൾക്കാരെ കാണിച്ചു തരാൻ പറ്റും, അയാളത് മാറുന്നു പറയാനേ പറ്റൂല എന്ന് പറഞ്ഞു. അതാണ് എന്റെ മറുപടി. മാറിയ ധാരാളം ആൾക്കാരെ കണ്ടിട്ട് അയാൾക്ക് കഴിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചു നോക്കട്ടെ. എത്ര മാസം എന്ന് മുൻകൂട്ടി നമുക്ക് പറയാൻ കഴിയൂല. അതായത് ആ ശരീരം എത്രമാത്രം ഡള്ളാണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം ഞാനും തായറാമാനും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. ആ ലാബിൽ നിന്ന് ടെസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല, ഫുൾ നോർമലാണ്. എന്നാൽ തായറാമാഡത്തിന് കൊളസ്ട്രോൾ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഈ 4 രോഗമുള്ള ഒരാളാണ് അവര്, ഞാൻ ഒരു രോഗമില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഗ്യാസിന്റെ പ്രോബ്ലം തോന്നുന്നത് എങ്കിൽ ഞാൻ ലിവാഗൻ എടുത്ത് കഴിച്ചാൽ ഒരു മൂടി ഒറ്റ ടീസ്പൂൺ കഴിച്ചാൽ മാറും. കാരണം എനിക്ക് ശരീരം ഫുൾ നോർമലാണ്. 4 പ്രശ്നമുള്ള ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 അല്ല 6 മാസം കഴിച്ചാലും ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം ശരീരം കണ്ടെത്തിയ പ്രശ്നങ്ങളിൽ ആദ്യം മാറ്റേണ്ടത് ഏതെന്ന് ശരീരം തീരുമാനിക്കുക. ഇയാളുടെ പ്രശ്നം എന്തായിരിക്കും? ഇപ്പൊ ഇതായിരിക്കും, പക്ഷെ അയാളുടെ പ്രശ്നമല്ലല്ലോ ഇവിടെ വിഷയം. നമുക്ക് എന്റെ ഒരു മോൻ പെട്ടെന്ന് മരത്തുമെന്ന് വീണു. ഞാൻ ഓടി ചെന്ന് ഡോക്ടറോട് പറയാണ്, ചെറുതൊന്ന് പെട്ടെന്ന് നോക്കണം എന്ന്. ഡോക്ടർ രാവിലെ കാണൽ തുടങ്ങിയാണ് ഇങ്ങനെ അതിലും വലിയ പ്രശ്നങ്ങൾ. അതൊക്കെ നോക്കി തീർക്കലായ ആവശ്യമല്ലേ. ഇതും നോക്കണം അതും നോക്കണം, ആദ്യം വന്നത് നോക്കണം. നമുക്ക് നമ്മളെ പ്രശ്നം വലുത് അല്ലേ. പക്ഷെ ശരീരത്തിന് അതല്ല. ശരീരത്തിന് ഈ ശരീരത്തിന്റെ കുടലിന്റെ പ്രശ്നം ശരിയാക്കുള്ളൂ. ഉടല് നന്നായാൽ ഉടല് നന്നായി. അപ്പൊ നമ്മളെല്ലാരും ഓരോ തരത്തിലാണ് പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്ന് തിരിച്ചറിയണം. ബുദ്ധിപരമായിട്ട് തന്നെയാണ് ഇതിനൊക്കെ നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഏതായാലും നമ്മുടെ കമ്പനിയെ കൊണ്ടുള്ള വിശ്വാസം എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാലോ വെൽഹാർട്ടും ബ്ലഡ് പ്യൂരിഫയറും കഴിച്ചിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ വെരിക്കോസ് വെയിൻ മാറിയിട്ടുണ്ട്. പിന്നെ നെർവ് എനർജി കഴിച്ചിട്ട് 90% ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. ഇനി വെരിക്കോസിന് തന്നെയുള്ള പ്രൊഡക്റ്റ് ഇനിയും ഇറക്കുക. കമ്പനിക്ക് എന്താണ് ആഗ്രഹം എന്ന് മനസ്സിലാക്കാൻ കഴിയണില്ല. ശരീരമല്ല, ഈ ലോകം ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റുകളെയാണ് കമ്പനി നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി വരാനിരിക്കുന്ന കാലഘട്ടം പൾസ് CC ഇറങ്ങിയപ്പോ നിങ്ങൾ നോക്കുക, 1/2 ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ മാറിയ ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ എനിക്ക് പൾസ് CC കഴിച്ച് മാറിയവരോടും പറയാനുള്ളത്, മാറി എന്ന് പറഞ്ഞിരിക്കരുത്, പഥ്യങ്ങൾ പാലിക്കുക. ഇനി വലിയൊരു പൊതുജീവിതം നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിച്ച് ആർമാദിക്കാൻ നിൽക്കരുത്. 3 മാസം തുടർച്ചയായിട്ട് മാറിയാലും കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ പൾസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. താരമ്മയുടെ നല്ലൊരു എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ബിസിനസ്സിനെ നോക്കി കാണുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഇന്നാണത്. കാരണം അവരൊക്കെ നല്ല ലീഡേഴ്സ് ആണെന്ന് അറിയാം. ഞാനൊക്കെ പറയുന്ന സബ്ജക്ട് വേറെ ഒരു കാടുകാര സബ്ജക്റ്റ് ആയിരിക്കും. ഞാൻ ടീം ഡെവലപ്പിനെ ആണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവര് ശരീരങ്ങളുമായി ബന്ധപ്പെടുന്ന ചികിത്സ, ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ ഫിസിയോളജി, അനാട്ടമി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. ഫൗസിയ മാഡത്തിനും അതേപോലെ തന്നെ തായറ മാഡത്തിനും ഇന്ന് ഈ ആഴ്ചയില് ഇനി പുതിയ നല്ല നല്ല വ്യക്തിത്വങ്ങൾ കൊണ്ടുവരുന്നുള്ള വലിയ പ്രതീക്ഷ ഉണ്ട്. നല്ല ടീം ഡെവലപ്മെന്റ് ഭാഗമായി ടീം ഒന്നിച്ച് ചേർന്ന് ആളെ കണ്ടെത്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സന്തോഷം അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. കാര്യമായിട്ട് തായറമ്മയുടെ പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും ഒക്കെ ഇത് തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുന്ന, ഒന്നും തിരുത്താനില്ല, ഒന്നും പറയാനില്ല. വളരെ അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ജയ് മാലി.
താങ്ക് യു സാർ. അടുത്തത് ഫൗസ്യ ഷുഹൈബ് മാഡം, സാർ. ഓ സലീം സാറിനെ വിളിച്ചിട്ട് ഷുഹൈബ് സാറിനെ കൺക്ലൂഡ് ചെയ്യാൻ വിളിച്ചോളൂ കേട്ടോ. സലീം സാറിനെ ഓക്കെ വിളിച്ചോളൂ. ഓക്കെ. സലീം സാർ വെൽക്കം. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു ക്ലാസ് കൊണ്ടുവരിക എന്നുള്ളത്. കുറെ ആളുകൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനും കോമ്പിനേഷൻ എങ്ങനെ കൊടുക്കണം എന്ന് സംശയമുള്ള നമ്മുടെ ടീമിൽ തന്നെ ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ട് വെക്കുമ്പോൾ അതിനായിട്ട് സെക്ഷൻ എടുത്ത് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. എന്തായാലും ഇന്ന് താഹിറ മാഡം അത് വളരെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തു. വളരെ ഉപകാരപ്രദമായിരുന്നു ഇന്നത്തെ ക്ലാസ്. എന്തായാലും ഇത് ഒരുപാട് ആളുകൾ എഴുതി വെക്കുകയും നാളെ നമുക്ക് എപ്പോഴും നമ്മൾ ലീഡറെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യകത ഇല്ലാത്ത രൂപത്തിലേക്ക് ഇന്നത്തെ ക്ലാസ് ഉപകരിച്ചു. അതുകൊണ്ട് തന്നെ താഹിറ മാഡത്തിന് 1000 അഭിനന്ദനങ്ങൾ. എന്തായാലും ഞാൻ സമയം വേണ്ടി നീട്ടുന്നത് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടായിട്ട് മാത്രം ആക്കി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സലീം സാർ. ഇനി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം, എന്നിട്ട് ഷുഹൈബ് സാറിനെ വിളിക്കാം കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട്. എൻ്റെ നാട് എന്ന് പറയുന്നത് മുക്കം കാരശ്ശേരിയാണ്. പിന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഒരു വർഷമായി. ഞാനും പ്രൊഡക്റ്റ് കഴിച്ച് റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് ഒരു 5-6 മാസമായിട്ടേ ഉള്ളൂ. ഏതായാലും ബിസിനസ്സും പ്രൊഡക്റ്റ് കൊടുക്കലൊക്കെ നല്ലോണം നടക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, റിസൾട്ട് ഒരുപാടുണ്ട് പറയാന്. താഹിറ മാഡം പറഞ്ഞപ്പോ കുറെ പ്രൊഡക്റ്റിൻ്റെത് ഞാനും കൊടുത്തതാണ്. എനിക്കും അതുപോലെ തന്നെ വെരിക്കോസിനും PCODക്കും ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഒരുപാട് റിസൾട്ട് നമുക്ക് പറഞ്ഞ് ഈ കമ്പനിയിലൂടെ നമുക്ക് കൊടുത്ത് നല്ലൊരു റിസൾട്ട് വരുമ്പോൾ നമുക്ക് എന്താ പറയാ, ഈ കമ്പനിയിൽ നിന്ന് നല്ലൊരു വരുമാനവും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലോ. അപ്പോൾ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. എല്ലാവരും പ്രാർത്ഥിക്കുക. കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഷുഹൈബ് സാറെ ക്ഷണിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു തന്നത്. പ്രത്യേകിച്ചും നമ്മൾ പുതുതായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ എന്ത് കൊടുക്കണം, എങ്ങനെയാണ് ഒരാൾ ഫേസ് ചെയ്യുക, എന്താണ് ചില പ്രശ്നങ്ങൾ പലരും പറയുമ്പോൾ അസുഖങ്ങളുടെ കാഠിന്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. താഹിറ മാഡം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതോടെ ഹിസ്റ്ററി പഠിക്കണം എന്നുള്ളതാണ്. കാരണം മുട്ടുവേദന, ആദ്യം മുട്ടുവേദനയെ പറ്റി പറയുമ്പോൾ തന്നെ പല മുട്ടുവേദനയുടെ പല വിഭാഗക്കാരുണ്ട്. അവര് എത്ര കാലം മുമ്പ് തുടങ്ങിയതായിരിക്കും, പല ട്രീറ്റ്മെന്റ് ചെയ്തതായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഈ കോമ്പിനേഷൻ മൊത്തം നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ പക്ഷേ അവർക്ക് കൂടി സാധിക്കാത്ത പ്രശ്നങ്ങളും പറയും. വലിയ വലിയ വിഷയങ്ങൾക്ക് നമ്മൾ കേസിൽ ഇടപെടാതിരിക്കാൻ നല്ലത്. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നെർവ് എനർജി, അതുപോലെ കവചപ്രാശം അല്ലെങ്കിൽ 95 നല്ലതാണ്. ഏതായാലും ഒരുപാട് നമുക്ക് എഴുതിയിട്ടുണ്ട്. നല്ല ക്ലാസ്സുകൾ തന്നെയായിരുന്നു. ഈ ഇത്രയും ക്ലാസ്സുകൾക്കാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കൂടുതൽ മറ്റത് വേണ്ടെന്നല്ല, എല്ലാ കമ്പനിയുടെ എല്ലാ സിസ്റ്റങ്ങളും അറിയണം. പുതുതായിട്ട് വന്നവർക്ക് എല്ലാ മേഖലയിലും ടച്ച് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും നമുക്കിത് പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് എത്തിക്കാൻ, അവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ ക്ലാസ്സുകൾ അനിവാര്യമാണ്. കോമ്പിനേഷൻ്റെ ഒരു പുസ്തകം തന്നെ നമ്മളെ കയ്യിലൊക്കെ ഉണ്ടെങ്കിലും എല്ലാ കോമ്പിനേഷനും എല്ലാവർക്കും ആപ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം മനുഷ്യ ശരീരം വളരെ വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ ധാരൺ സാർ പറഞ്ഞ പോലെ തന്നെയാണ്, ശരീരമാണ് ഇതിന് പ്രതികരിക്കുന്നത്. നമ്മൾ പറയുമ്പോഴല്ല. അതിപ്പോൾ രോഗിക്ക് പെട്ടെന്ന് ഇന്നലെ നാളെ തന്നെ മാറിക്കിട്ടണം, മറ്റന്നാൾക്ക് മാറിക്കിട്ടണം, അതിത് മാത്രം കഴിച്ചാൽ മതിയോ, 95 മാത്രം കൊടുത്താൽ പറഞ്ഞാൽ ഇത് മതി, ബാക്കിയുള്ള ഇപ്പോൾ വേണ്ട. അപ്പൊ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ റിസൾട്ട് അവിടെ കിട്ടൂല. പക്ഷെ അദ്ദേഹത്തിന് എല്ലാം കൂടി കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുത്തുമ്പോൾ അദ്ദേഹം പിന്നെ ബേജാറാകാണ്. ഇത്രയും പണം കൊടുത്താൽ ഇപ്പൊ ഇത് നാളേക്ക് മാറി കിട്ടൂല്ല. അതില് ആ ഒരു മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഓരോ കണ്ടന്റിന്റെയും ഓരോ പ്രവർത്തനം താഹിറമാരെ എടുത്ത് പറയണ്ടായി. ഓരോന്നിന്റെ റിസൾട്ടാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ കണ്ടിന്യൂറ്റി ഏറ്റവും പ്രധാന ഘടകമാണ്. ചില വിഭാഗക്കാർ ഒരു തവണ വാങ്ങിച്ച് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ അത് നിർത്തി. അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും, കാരണം ആയുർവേദ മരുന്നുകൾക്കൊക്കെ കണ്ടിന്യൂറ്റി അനിവാര്യമാണ്. അതുപോലെ പഥ്യം അനിവാര്യം തന്നെയാണ്. പഥ്യം നമ്മൾ വേണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. പഥ്യത്തോടു കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വേഗത്തിൽ അത് എഫക്ട് ചെയ്യും. പഥ്യം ഇല്ലാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ടൈം എടുക്കും. അപ്പൊ അത് മാറുന്നില്ല, അതിന്റെ റിസൾട്ട് ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് മെന്റാലിറ്റി വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ കുറച്ചൊക്കെ നമ്മൾ കൺട്രോൾ പഥ്യത്തിൽ ഉൾപ്പെടുത്തണം. അതായത് അമിതമായിട്ടുള്ള എല്ലാം കടന്നു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല, നിയന്ത്രണം ഇല്ലാതെ ഭക്ഷണം കഴിക്കുക, സമയസംബന്ധമല്ലാതെ തോന്നുന്നത് മാറി കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് പുറത്ത് പോയി കഴിക്കുക, ഇതൊക്കെ ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കണം. ചെറിയ കൺട്രോളിങ് എല്ലാത്തിനും ആവശ്യമാണ്.
അതുപോലെ മുഖക്കുരുവിന്റെ കാര്യം, അതുപോലെ പിന്നെ കിഡ്നി സ്റ്റോൺ, ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെ പലരും പറയാം. വെരിക്കോസ് വെയിന് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരും ഡിഫറെന്റ് തരത്തിലാണ് അതിന്റെ പ്രശ്നം ബാധിക്കുന്നത്. ചിലർക്ക് ഉപയോഗിച്ച് മാറാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ശരീരത്തിന് മുമ്പേ തന്നെ ആന്റി ഓക്സിഡൻസ് മെറ്റബോളിസം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ഇന്ന് നമുക്ക് തൈറോമേഡം വ്യക്തമായ രീതിയിൽ ഉപയോഗിക്കേണ്ട കോമ്പിനേഷൻ നമുക്ക് നിരത്തി തന്നിട്ടുണ്ട്. ഏതായാലും വളരെയധികം നല്ല ക്ലാസ് ആയിരുന്നു എന്നുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറയുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നല്ല മഴയും അതേപോലെ കാലാവസ്ഥ അനുയോജ്യമല്ലാത്തതും വൈഫൈ പ്രശ്നം, കറണ്ട് പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിലും കുറെ പേര് ഇന്ന് ഇതിൽ ഏകദേശം 300ന്റെ മുകളിൽ വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വൻ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് MC കൈകാര്യം ചെയ്ത വംസിയ മാഡത്തിനും അതുപോലെ ഇന്നത്തെ ഗസ്റ്റായിട്ട് വന്ന തായറ മാഡത്തിനും ഒക്കെ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. വളരെ വളരെ വലിയ വിജയാശംസകളും അതുപോലെ പ്രതീക്ഷകളും ഉണ്ടാവട്ടെ. ഇനി മറ്റൊന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, നമ്മൾ കൊടുവള്ളി വർഷി സാറിന്റെ ഉമ്മ മരണപ്പെട്ട വിവരം നമ്മൾ അറിയണ്ടായി. അവരുടെ ബർസറിയ ജീവിതം അല്ലാഹു ഖൈറിലാക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും അവരെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. ജയ് ഹിന്ദ്, മൈ ലൈഫ്.